ഏറ്റവും ആദരണീയരായ സാദാത്തുക്കളെ, മഹത്തുക്കളായ ഉലമാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരീ സഹോദരന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ആദർശം അഹ്ലുസുന്നയുടെ അജയ്യമായ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പടവുകൾ ചവിട്ടിക്കയറുന്നതിന്റെ ഭാഗമായി ഇന്നത്തെ യുവതലമുറയിലെ ഒട്ടുമിക്ക പ്രതിഭകളെയും സമ്മാനിച്ച സൃഷ്ടിപരമായ ഒരു സാഹിത്യവേദിയുടെ ആമുഖമായി സംഘടിപ്പിക്കപ്പെട്ട ആത്മീയ സമ്മേളനത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. മഹാനായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളുടെ പ്രാർത്ഥനാ നിർഭരമായ മജ്ലിസുമായി ബന്ധപ്പെട്ട് അടുത്ത 2 ദിവസം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാർ അവരുടെ കലാസാഹിത്യ മേഖലയിലെ സർഗവാസനകൾ പരിപോഷിപ്പിച്ച് ഇസ്ലാമിക രംഗത്തെ പ്രചരണത്തിന് അനുകൂലമായ നിലക്ക് രൂപപ്പെടുത്തിയെടുക്കുന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ സാഹിത്യ വേദിയാണ് യഥാർത്ഥത്തിൽ നാളെയും മറ്റന്നാളുമായി ഇവിടെ നടക്കുന്നത്. സംസ്ഥാന സാഹിത്യോത്സവ് മലപ്പുറം ജില്ലയിൽ തന്നെ മഅദിനിൽ വെച്ച് എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രതിഭകളെ ഉൾക്കൊണ്ട് തൊട്ടടുത്ത ആഴ്ച നടക്കുമ്പോൾ കഴിഞ്ഞ കുറെ കാലമായി ആവർത്തിച്ച് ഈ മാറ്റുരയ്ക്കലിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന മലപ്പുറം ജില്ലയുടെ സാഹിത്യോത്സവ് വളരെയധികം ശ്രദ്ധേയമായ പരിപാടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അജയ്യതയ്ക്ക് അനിവാര്യമായ രൂപീകരണ പ്രക്രിയയിൽ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നടത്തുന്ന പ്രവർത്തന മേഖലയിൽ സമൂഹത്തോട് സംവദിക്കാൻ പര്യാപ്തമായ സാഹിത്യവേദിയുടെ സമ്പുഷ്ടതയ്ക്കായി ഒരുക്കുന്ന സാഹിത്യോത്സവിന്റെ വേദികളും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധാരണ നിലക്ക് ഒരു സാഹിത്യോത്സവിന്റെ തലേ ദിവസം കോളേജ് തലങ്ങളിലും സ്കൂൾ തലങ്ങളിലുമൊക്കെ സംഘടിപ്പിക്കുന്ന വേദിക്ക് ഈ നാടിനും അല്ലെങ്കിൽ സാഹിത്യ കേരളത്തിനും സമ്മാനിക്കാൻ കഴിയുന്നത് അസുഖകരമായ കുറെ ആശങ്കകളായിരിക്കുമെങ്കിൽ അപജയങ്ങളൊന്നും തൊട്ടുതീണ്ടാത്ത മാനുഷികമായി യാതൊരു മായവും ഇല്ലാതെ പരിപോഷിപ്പിച്ച് കടന്നുവരുന്ന കലാസാഹിത്യവേദികൾ അങ്ങനൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും ആത്മീയതയുടെ മഹോന്നതമായ അന്തരീക്ഷം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ മിക്ക ജില്ലാ സാഹിത്യോത്സവങ്ങളുടെയും അതുപോലെ സംസ്ഥാന സാഹിത്യോത്സവിന്റെയും ഒക്കെ വേദിയോട് ചേർന്ന് നിരവധി ആത്മീയ സദസ്സുകൾ പ്രത്യേകം സംഘടിപ്പിക്കുന്നതായി നമുക്ക് അനുഭവപ്പെട്ടു വരുന്നു. വളരെ വിശദമായി ഇതിന്റെ ആമുഖം നീട്ടാതെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാകുന്ന അള്ളാഹുവിന് ഇബാദത്തെടുക്കുക എന്നത് ആ ഇബാദത്തിന്റെ വൃത്തത്തിലും പരിധിയിലും മേഖലയിലുമായി നമ്മുടെ പ്രവർത്തനങ്ങളെ മുഴുവനും ചിട്ടപ്പെടുത്തിയെടുക്കുക എന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
വളരെ പ്രധാനപ്പെട്ട സൃഷ്ടാവായ അല്ലാഹു കൽപ്പിച്ച ഈ ലോക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. നമ്മുടെ ആദർശവും പ്രസ്ഥാനവും ലോകത്ത് ഏറ്റവും മികച്ചതാണ് എന്നതിന് വർത്തമാനകാലത്തെ ഓരോ സംഭവ വികാസങ്ങളും നമുക്ക് തെളിവായി ഉപയോഗിക്കാം. ഒരു കാലത്ത് ഇസ്ലാമിനെതിരെ ഉറഞ്ഞു തുള്ളിയ ആളുകൾ ആദർശത്തെ ഇവിടെ മൂടിക്കളയാം എന്ന് കരുതി ആ മിഥ്യാധാരണയിൽ ചീട്ടുകൊട്ടാരങ്ങൾ ഉണ്ടാക്കി തീർത്തവർ പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശ മഹിമ ലോകത്ത് പ്രചരിച്ച് വിശാലമായി വരുമ്പോൾ കാലിനടിയിൽ നിന്ന് മണ്ണിളകിയതിന്റെ അപകർഷതാബോധം അക്രമവാസനയായി മാറ്റി ഈ സമൂഹത്തിനും ഈ മതത്തിനുമെതിരെ എല്ലാവിധ തന്ത്രങ്ങളും മെനഞ്ഞവർ യഥാർത്ഥത്തിൽ ഈ ആദർശത്തിന്റെയും ആശയത്തിന്റെയും നിത്യനൂതനത്വത്തിനു മുന്നിൽ നമ്രശിരസ്കരായി നിൽക്കുകയാണ്. വിശാലമായ ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഇസ്ലാമിനെന്നോ എന്നും ശത്രുചേരിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ. മഹാനായ മമ്പുറം തങ്ങളുടെ ഓരത്ത് ഇസ്ലാമിക ചരിത്രത്തിന്റെയും ഇസ്ലാമിലെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ സാന്നിധ്യത്തെയും ഒക്കെ ഓർക്കുന്ന വേളയിൽ ഒരിക്കലും വിസ്മരിക്കാനാകാത്ത ഒരു പശ്ചാത്തലത്തിന് ചാര നിൽക്കുമ്പോൾ ബ്രിട്ടൻ എത്രമാത്രം ഇസ്ലാമിനെ ശല്യം ചെയ്തു എന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നന്നായി അറിയാം. എല്ലാ കാലഘട്ടത്തിലും എല്ലാ പ്രദേശത്തും അവരുടെ അടിച്ചമർത്തലിന് മീതെ ആദർശത്തിന്റെ മഹനീയമായ ശബ്ദമുയർത്തിയതിൽ ഏറ്റവും മുൻനിരയിൽ നിന്ന കമ്മ്യൂണിറ്റി എന്ന നിലക്ക് എല്ലാ സമയത്തും ശത്രുചേരിയിലെ നേതൃത്വം ബ്രിട്ടൻ ഏറ്റെടുക്കാൻ മത്സരിക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഖാദിയാനി എന്ന് പറയുന്ന ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയ ഒരു മതം, ഇസ്ലാമിന്റെ പേരിൽ അത് എഴുതി ചേർക്കാനും ആഗോളതലത്തിൽ വേൾഡ് വൈഡ് ചാനൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാം അതാണെന്ന് പരിചയപ്പെടുത്താനും 8 കോടി അനുയായികൾ അതിനുണ്ട് എന്ന പൊള്ളയായ വാദം ലോകം മുഴുവൻ സത്യമാണെന്ന് ധരിക്കത്തക്ക നിലയിൽ ആവർത്തിച്ച് പ്രചരിപ്പിക്കാനും ആ മതത്തിന് എല്ലാ ഊടും പാവും നൽകുന്നത് ബ്രിട്ടനാണ്. തസ്ലീമ നസ്റിന്റെയും സൽമാൻ റുഷ്ദിയുടെയും ഇസ്ലാമിക വിരോധത്തിനും പ്രവാചക വിരോധത്തിനും ഏറ്റവും കൂടുതൽ താങ്ങും തണലുമായി നിന്നത് ബ്രിട്ടനാണ്. ഏത് സമയത്തും അള്ളാഹുവിന്റെ മതത്തെ ഇവിടെ അസ്തമിപ്പിച്ച് കാണിക്കാൻ നിഗൂഢമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൽ ലീഡർഷിപ്പ് നൽകുന്ന ബ്രിട്ടന്റെ അകത്തളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ചാൾസ് രാജകുമാരന്റെ അർദ്ധ സഹോദരിയും അതിന് തൊട്ടുമുമ്പ് ബ്രിട്ടനിലെ പത്രപ്രവർത്തകയായിരുന്ന ഇവൻ റിട്ലിയും പരിശുദ്ധ ഇസ്ലാമിന്റെ ഉന്നതമായ ആശയത്തിലേക്ക് കടന്നു വന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബ്രിട്ടന്റെ സർവ്വ സപ്പോർട്ടുമായി സ്വിറ്റ്സർലൻഡിലെ പ്രത്യേകമായ പാർട്ടി ഉണ്ടാക്കി പള്ളി മിനാരങ്ങൾക്കെതിരെ യാതൊരു തത്വദീക്ഷയുമില്ലാതെ രംഗത്തിറങ്ങിയ ആൾ ആ മിനാരങ്ങൾക്കെതിരെ ഇസ്ലാമിക വിരുദ്ധ ചേരിയിലുള്ള രാജ്യങ്ങളിൽ നടത്തിയ സർവേയിലും അതുപോലെ അയാൾ ഉൾക്കൊള്ളുന്ന സ്വിറ്റ്സർലൻഡിലെ സർവേയിലും 57.5% ആളുകളെ പള്ളി മിനാരങ്ങൾക്കെതിരെ സംഘടിപ്പിച്ചുകൊണ്ട് മിനാരങ്ങൾ തച്ചു തകർത്തു തരിപ്പണമാക്കണമെന്നും ഇസ്ലാമിന്റെ സിംബലുകളുമായി ബന്ധപ്പെടരുതെന്നും
വളരെ വ്യക്തമായി നിർബന്ധം പിടിച്ചുകൊണ്ട് രംഗത്ത് വന്ന SVPയുടെ പ്രമുഖ പ്രവർത്തകനായ ഡാനിയേൽ സ്ട്രൈഷ് ഇസ്ലാം മതം സ്വീകരിച്ചതായി വന്ന വാർത്ത യഥാർത്ഥത്തിൽ സ്വിറ്റ്സർലൻഡിനെ മാത്രമല്ല എല്ലാവിധ സപ്പോർട്ടും നൽകിയ ലണ്ടനെ എത്രമാത്രം ഇളക്കി മറിച്ചു എന്ന് അതുമായി ബന്ധപ്പെട്ട നെറ്റിലും മറ്റും വന്ന പ്രതികരണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുസ്ലിം പള്ളികളിലെ മിനാരങ്ങൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്വിറ്റ്സർലൻഡിൽ ഉടനീളം ക്യാമ്പയിൻ നടത്തുകയും ആ ക്യാമ്പയിന്റെ ഒറ്റ കാരണത്താൽ സ്വിസ് പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന SVPയുടെ ജനപിന്തുണ വർദ്ധിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തയാളാണ് മിനാരങ്ങൾക്കെതിരെ കടന്നു വന്ന ആ ശൈലി ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ സന്ധിയില്ലാ സമരം നടത്താം, അതിനുവേണ്ടി വിശുദ്ധ ഖുർആനെ ഉപയോഗപ്പെടുത്താൻ എനിക്കതൊന്ന് പഠിക്കണമെന്ന് പറഞ്ഞ് അയാൾ പഠനം തുടങ്ങി. കുറഞ്ഞ നാളുകൾക്ക് ശേഷം തന്നെ അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ പരിശുദ്ധമായ ശൈലി ആഗിരണം ചെയ്തുകൊണ്ട് അത്ഭുതകരമായ തിരിച്ചറിവ് അയാൾക്കുണ്ടാകുകയും പ്രവർത്തന മേഖലയിൽ അയാൾക്ക് കുറ്റബോധമുണ്ടാകുകയും പരിശുദ്ധ ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വരികയും ചെയ്തു. ഖൂലൂ തക്ബീർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയും എത്രയോ ആളുകളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ബ്രിട്ടനിലും അമേരിക്കയിലുമൊക്കെ ഇപ്പോൾ നടക്കുന്ന ഇസ്ലാമിക പരിവർത്തനം, പരിശുദ്ധ ഇസ്ലാമിലേക്കുള്ള വരവ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. ആദർശത്തെയും ആശയത്തെയും സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പുതിയ നവീകരണത്തിന്റെ പരിഷ്കരണമെന്ന നശീകരണവുമായി കടന്നു വന്ന പുത്തനാശയത്തിന്റെ ഏതെങ്കിലും വാറോലകളല്ല ഈ സമൂഹത്തെയാകെ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് കൂടി നാം ചേർത്ത് വായിക്കണം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ പ്രചരിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം, അവിടുത്തെ 24 അവേഴ്സ് നീണ്ടു നിൽക്കുന്ന സ്റ്റഡി ക്ലാസ്സിൽ അനലൈസ് ചെയ്തു കൊടുത്ത സമഗ്രവും സമ്പൂർണവുമായ ജീവിത പദ്ധതി കാലഘട്ടങ്ങളുടെയും സാങ്കേതിക സൗകര്യങ്ങളുടെയും വേലിയേറ്റത്തെ അതിജീവിച്ചുകൊണ്ട് ആധുനിക കാലഘട്ടത്തെ വെല്ലുവിളിച്ച് ആദർശപരമായി അജയ്യത പുലർത്തി ആ പഴയ പ്രാസ്ഥാനിക സൗധം നിത്യനൂതനത്വത്തോടെ അത്ഭുതപ്പെടുത്തുന്നു മോഡേൺ ഏജിനെ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി ലോക സമക്ഷം ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീനാകുന്ന പരിശുദ്ധ ഇസ്ലാം അതിന്റെ തനതായ വ്യക്തിത്വം പുലർത്തുന്ന പരമ്പരാഗത ആശയത്തിനാണ് ഈ മഹത്തായ ആദർശം പ്രസ്ഥാനം എന്ന് പരിചയപ്പെടുത്തുന്നത് എന്നത് ലോകം മുഴുവനും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഓരോ ദിവസവും നമ്മിലേക്ക് വരുന്ന വാർത്തകൾ അമേരിക്കയിലെ സൈത്തൂന കോളേജ് പുതുതായി ഉണ്ടായിരിക്കുന്ന ആ വിജ്ഞാന ഗേഹത്തെ ചുറ്റിപ്പറ്റി ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അമേരിക്കയിൽ നടക്കുന്നു എന്നത് അസ്വസ്ഥതയുടെ കരിനിഴൽ ജൂദായിസത്തിന്റെ മുമ്പിൽ സൃഷ്ടിച്ചു എന്നത് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ നൂറുകണക്കായ പള്ളികളും ഇസ്ലാമിക സംഘടനകളും ഇസ്ലാമിക പ്രവർത്തനങ്ങളും എന്തിനധികം വേൾഡ് ട്രേഡ് സെന്ററിന്റെ നശീകരണം പാർശ്വവൽക്കരിക്കാൻ ഈ സമുദായത്തിന് നേരെ ഉപയോഗിച്ച വലിയ ആയുധമാണെങ്കിൽ അതിന്റെ ഗ്രൗണ്ട് സീറോയിൽ പ്രിയ സഹോദരങ്ങളെ മുസ്ലിം പള്ളി പണിയാനുള്ള പെർമിഷൻ വരെ അമേരിക്കയിൽ ലഭിച്ചിരിക്കുന്നു എന്ന അത്ഭുതകരമായ വാർത്ത ഈ സമൂഹത്തെ മുഴുവൻ, ആധുനിക ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട്
ഓരോ ദിവസവും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ലോകത്ത് പ്രചരിച്ച് മുന്നേക്ക് വരുമ്പോ ആ പരിശുദ്ധമായ ആശയത്തിന്റെ വക്താക്കളായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ച നാം നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിനെ പ്രമാണമായി കാണാൻ അള്ളാഹു നൽകിയ അവസരം, ആ അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തി ഇസ്ലാമും പ്രപഞ്ചനാഥനായ അള്ളാഹുവും ഈ ലോക ജീവിതത്തിൽ നമുക്കെന്താണോ ലക്ഷ്യമായി പഠിപ്പിച്ചത് ആ ലക്ഷ്യത്തെ മുൻനിർത്തി നമുക്ക് മുന്നോട്ടു പോകാനും വിജയിക്കാനും കഴിയണം. സഹോദരങ്ങളെ, ഒരുപാട് താൽക്കാലികമായ സുഖത്തിന് മാത്രം ഉപയോഗിക്കുകയും നശീകരണം ഉറപ്പാകുകയും ചെയ്ത ആ വഞ്ചികളിൽ നിന്ന്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓടങ്ങളിൽ നിന്ന് അടുത്ത ഭാവിയിലെ വളരെ ഭയാനകമായ അന്തരീക്ഷത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരു സ്ട്രോങ് ആയ കപ്പലിന് മാത്രമേ സാധ്യമാകൂ എന്ന് തിരിച്ചറിഞ്ഞ് ഫിലോസഫേഴ്സ്, ആധുനിക ലോകത്തെ നിരവധി വ്യക്തിത്വങ്ങൾ, ഒരുപാട് സമൂഹങ്ങളിലും രാജ്യങ്ങളിലുമുള്ള ആളുകൾ ഒന്നടങ്കം ഇസ്ലാമാകുന്ന സ്ട്രോങ് ആയ കപ്പലിലേക്ക് സ്ഥാനമുറപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജനനം കൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ അംഗമാകാൻ ഭാഗ്യം ലഭിച്ച ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ ദീനിനെ സൂക്ഷിച്ച് വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തെടുത്ത് മുന്നേറാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കുകയും ആ രംഗത്ത് ഭൗതികമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഭൗതിക സുഖാസ്വാദനങ്ങളോ നമ്മുടെ മഹത്തായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന്റെ പാതയിൽ വിഘ്നമായി തടസ്സമായി വരാതെ ശ്രദ്ധിക്കുകയും വേണം. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി ഈ ലോകത്ത് സ്നേഹത്തെയും അതുപോലെ പരസ്പര ആദരവിനെയും സമ്മാനിക്കുന്ന ആശയമാണ്. ലോകത്ത് ഇസ്ലാമിനെതിരെ എപ്പോഴും ശത്രുക്കൾ ഉണ്ടായത് ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സ്വഭാവം ഔദ്യോഗികമായി ഇസ്ലാം പ്രഖ്യാപിച്ചത് കൊണ്ടല്ല, ലോകത്തെവിടെയെങ്കിലും മനുഷ്യത്വത്തിനെതിരെ നീങ്ങിയത് കൊണ്ടല്ല. ചുരുക്കം ചില ആളുകളെ കാശ് കൊടുത്തു വാങ്ങി താടിയും അല്ലെങ്കിൽ തലപ്പാവും റെഡിമെയ്ഡായി വെപ്പിച്ച് ഈ സമൂഹത്തിന്റെ അഡ്രസ് തുലയ്ക്കാൻ ആത്മാർത്ഥമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പ്രവർത്തിക്കുന്ന അനുയായികളെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും ബിദ്അത്തിന്റെയും ഫിസ്ഖിന്റെയും മേഖലകളിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ ഒഫീഷ്യലായി ഔദ്യോഗികമായി പരിശുദ്ധ ഇസ്ലാം എല്ലാ കാലഘട്ടത്തിലും സമൂഹത്തിലേക്ക് വിതരണം ചെയ്തത് സ്നേഹവും മനുഷ്യത്വവും പരസ്പര ആദരവുമായിരുന്നു എന്ന് ലോകം മുഴുവൻ ചരിത്ര പഠനം നടത്തുന്ന ആളുകൾക്ക് സുതരാം വ്യക്തമാകുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മതമാകുന്ന പരിശുദ്ധ ഇസ്ലാം, അള്ളാഹുവിന്റെ ആ ദീനിന്റെ മഹത്വം ലോകത്തിന് മനസ്സിലാകത്തക്ക രീതിയിൽ പ്രകാശ ഗോപുരമായി നിലകൊള്ളുമ്പോ, അതിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ആകർഷിച്ച് കടന്നു വരുമ്പോ, ആ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട, എല്ലാ കാലവും ശത്രുതാ മനസ്സുമായി നിൽക്കുന്ന ജൂദായിസത്തിന്റെ ആളുകൾ മറ്റെല്ലാ ഇസത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് നിതാന്ത ശത്രുത മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകരെ പോലും കൊലപ്പെടുത്തിയ പാരമ്പര്യമുള്ളവർ അടിച്ചുവിടുന്ന നുണപ്രചരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും സ്നേഹമില്ലായ്മയുടെയും പ്രത്യേക കൂടാരത്തിൽ ഇസ്ലാമിനെ കെട്ടിവെക്കാൻ ആഗോളതലത്തിൽ ആസൂത്രിതമായി നടത്തുന്ന പ്രചരണങ്ങളും ശ്രമങ്ങളും എന്ന് നമുക്കെല്ലാവർക്കും തിരിച്ചറിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മതമാകുന്ന പരിശുദ്ധ ഇസ്ലാം ഈ ഭൗതികമായ ലോകത്തിന്റെ കെട്ടുപാടുകൾക്കപ്പുറം ഒരു മഹത്തായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നീങ്ങുന്നതാണ്. പരലോകമെന്ന വിചാരണാ ലോകത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ പാകപ്പെടാൻ അവന്റെ പ്രവർത്തന മണ്ഡലമായി
ദുനിയാവിനെ ഇഹലോകത്തെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. പരലോകത്തെ നിതാന്തമായ ജീവിതം, മരിക്കാത്ത ജീവിതം, അത് സമ്പൂർണ്ണ വിജയമാക്കുന്നതിന് പ്രവർത്തന മണ്ഡലമായി അള്ളാഹു നിശ്ചയിച്ചതാണ് ഈ ദുനിയാവ് എന്ന് നാം മനസ്സിലാക്കുക. ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട എല്ലാ പരിഷ്കാരങ്ങളുടെയും വിസ്ഫോടനകരമായ മാറ്റങ്ങളുടെയും മേച്ചിൽ പുറങ്ങൾ അന്വേഷിക്കുമ്പോൾ അവിടെ മുഴുവനും കളഞ്ഞു കുളിക്കാതെ സൂക്ഷിക്കേണ്ടുന്ന അമൂല്യമായ സ്വത്താണ് ഉഹ്റവിയായ ചിന്തയിൽ അധിഷ്ഠിതമായ, ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ, പരിശുദ്ധവും പരിപൂർണവുമായ ജീവിത ലക്ഷ്യം സാധിച്ചെടുക്കുന്നതിനുള്ള ഇസ്ലാമികമായ മാനം, അതിന്റെ ശരിയായ ആത്മീയത. സഹോദരങ്ങളെ, അതുകൊണ്ട് ആത്മീയത എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചൂഷണത്തിന് വിധേയമാകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് നിലവിലുണ്ട്. നമുക്കതിലേക്ക് കൂടുതൽ പോകേണ്ടതില്ല. ആൾ ദൈവങ്ങളുടെ കാലഘട്ടം, മനുഷ്യർ പലതുമായി ചിത്രീകരിച്ച് സ്വയം അവരോധിതരായി പാവപ്പെട്ട സമൂഹത്തെ വഞ്ചിക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെ നിരവധി അനവധി അപജയങ്ങളുടെ തുരുത്തുകളായി കള്ളത്തരീഖത്തുകളുടെയും വ്യാജ ശൈഖുമാരുടെയും ഒക്കെ കാലഘട്ടമായി കടന്നു വരുമ്പോ പരിശുദ്ധ ഇസ്ലാമിന്റെ മേഖലയിൽ തന്നെ ആത്മീയതയെ വക്രീകരിച്ച് കാണിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടക്കുകയാണ്. ഈ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി മാത്രം നീങ്ങേണ്ടുന്ന ലക്ഷ്യം വെച്ച് അല്ലാഹുവിന്റെ മഹത്തുക്കളായ അടിമകളിൽ ശ്രേഷ്ഠരായ ഔലിയാക്കളും സ്വാലിഹീങ്ങളും നമുക്ക് വരച്ചു കാണിച്ചു തന്ന സുന്ദരമായ പാതയിൽ പിടിമുറുക്കി അല്ലാഹുവിന്റെ ആ പരിശുദ്ധമായ ഈമാനിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാനുള്ള പ്രത്യേക സാഹചര്യം ഒരുങ്ങാൻ മുസ്ലിങ്ങൾ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നതിന് ലോകത്ത് ഒരു പുരോഗതിയും തടസ്സമാകരുതെന്നാണ് അല്ലാഹുവിന്റെ ദീനിന്റെ ഭാഷ. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നാം ആലോചിക്കുക, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതൃത്വം പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം രൂഢമൂലമാക്കുന്നതിന്, ആധികാരികമായി ഈമാനിൽ അടിയുറപ്പിച്ചു നിർത്തുന്നതിന് ഏറ്റവും നല്ല അധ്യാപകരായി അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നു. അവിടുന്ന് കടന്നു വന്നത് കേവലം ആദരി പ്രഭാഷകനായൊരു പുരോഹിതനായിട്ടല്ല, ഓർഡറുകൾ മാത്രം കൈമുതലുള്ള ചക്രവർത്തിമാരുടെ റോളിലല്ല. നമുക്കറിയാം, അടിച്ചമർത്തിയുള്ള ഭരണകൂടത്തിന് മാക്സിമം വന്നാൽ 33 വയസ്സിന്റെ പ്രായമേ ഉണ്ടാകൂ എന്ന് ഈജിപ്തിലെയും ടുണീഷ്യയിലെയും അതുപോലെ നിരവധി രാജ്യങ്ങളുടെയും ആനുകാലിക പതനത്തിൽ നിന്നും അധികാര കസേരയിൽ നിന്ന് ഓടേണ്ടി വന്ന അധികാരികളുടെ ആ പ്രത്യേക ദുര്യോഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ അത്തരമൊരു പ്രഭാഷകനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അടിച്ചമർത്തി ജീവിക്കുന്ന ചക്രവർത്തിയോ അല്ല, മനുഷ്യ ഹൃദയങ്ങളിലേക്ക് സ്നേഹത്തിന്റെയും പരസ്പരാദരവിന്റെയും അധ്യായങ്ങൾ പരിപൂർണമായി വിതരണം ചെയ്തുകൊണ്ട് മാനവീക കുലത്തിന് മാത്രമല്ല സർവ സൃഷ്ടികൾക്കും അനുഗ്രഹീതരായി കടന്നു വന്ന അജയ്യ നേതൃത്വമാണ് നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മദീനയിൽ നിന്നുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആത്മീയമായ ഒരു ആഹ്വാനം നടത്തിയാൽ അങ്ങ് കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും തെക്കിന്റെയും വടക്കിന്റെയും അന്തരീക്ഷങ്ങളെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് വ്യാപകമാക്കി ആ പ്രചരണവും പ്രഖ്യാപനവും നെഞ്ചിലേറ്റാൻ കഴിയുന്ന ലക്ഷക്കണക്കായ ആളുകളെ അനുയായി വൃന്ദത്തിൽ അടിസ്ഥാനപരമായി ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ നേതൃത്വവും ആശയവുമാണ് അല്ലാഹുവിന്റെ റസൂലും പരിശുദ്ധ ഇസ്ലാമുമെന്ന് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആ ഇസ്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ നമുക്കെത്തിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാം
സമ്പൂർണവും സമഗ്രവുമായ ഒരു ജീവിത പദ്ധതിയാണെന്ന് ഉറപ്പിച്ച മുഅ്മിനീങ്ങൾ ഈമാനിൽ നിന്ന് തെറിച്ചു പോകാതെ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയണം. നിങ്ങൾ മനസ്സിലാക്കുക, ഈ രംഗത്ത് ഒരു സംഘടന എന്ന നിലക്കാണ് കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അറിയപ്പെടുന്നത്. അതൊരു പ്രാസ്ഥാനിക കുടുംബത്തിന്റെ അംഗമായി ഇന്ന് വിശ്വാസികൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ആത്മീയമായ തീരത്ത് നമ്മുടെ വിദ്യാർത്ഥി തലമുറയെ അണിനിരത്തുന്ന അജയ്യമായൊരു പ്രസ്ഥാനമാണ്, പ്രസ്ഥാന ഭാഗമായ സംഘടനയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാം സമ്പൂർണമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അവതരിപ്പിച്ചപ്പോൾ അതാ ഖാതിമുൽ അംബിയാ ആയി അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നപ്പോൾ അവിടുന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലായി: ഇനി പ്രവാചക ശൃംഖല വരാനില്ല, ഒരു പ്രവാചകനുമില്ല. അല്ലാഹുവിന്റെ ദൂതന്മാരായി അതാ വളരെ വ്യക്തമായി നമുക്ക് സമൂഹത്തിന്റെ മനസ്സാക്ഷി അറിഞ്ഞുകൊണ്ട് കടന്നു വന്ന മനുഷ്യരിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുത്ത ആ പ്രവാചക പരമ്പരയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. ആ നബി തങ്ങളെ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, സമ്പൂർണമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇതാ പൂർണ്ണമാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുത്തെ സാന്നിധ്യത്തിൽ പ്രഖ്യാപനം നടത്തുമ്പോൾ പിന്നെ വള്ളി പുള്ളി വിസർഗത്തിന് വൈജാത്യം സംഭവിക്കാതെ ഏത് നൂതന സാങ്കേതിക വിദ്യകളുടെ പെരുമ്പറ മുഴക്കിയാലും അവിടെ മുഴുവനും അജയ്യമായി തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന പ്രാസ്ഥാനിക സൗധമായി ഇസ്ലാമിനെ നൽകുമ്പോൾ അതിവിടെ നിലനിർത്തുന്നതിന് പ്രചാരകരായി മഹത്തുക്കളായ ഉലമാക്കൾ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അവരിവിടെ ഉണ്ടാകുമെന്ന് വ്യക്തമായി പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുവർണാധരങ്ങളിൽ നിന്ന് അടർന്നു വീണ മണിമുത്തുകളെ അന്വർത്ഥമാക്കി ഇവിടേക്ക് കടന്നു വന്ന മഹാന്മാരായ ഉലമാക്കൾ മാത്രമല്ല, അൽ ഈമാനു യമാനുൻ വൽ ഹിക്മതു യമാനിയ, അവിടുത്തെ സുവർണാധരങ്ങളിൽ നിന്ന് അടർന്നു വീണ ആദർശ പ്രസ്ഥാനത്തിന്റെ ആധികാരികതയുടെ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു. അതിനനുസരിച്ച് യമന്റെ പ്രദേശത്തു നിന്ന് ഇസ്ലാമിക പ്രചരണത്തിന് ഔദ്യോഗികമായി ഇവിടത്തേക്ക് കടന്നു വന്ന മഹാനായ മമ്പുറം തങ്ങളടക്കമുള്ളവർ ഇസ്ലാമിക കേരളത്തിന്റെ ചരിത്രത്തിൽ മമ്പുറം തങ്ങളടക്കമുള്ള നവോത്ഥാന നായകരെ മാറ്റി നിർത്തി ഒരിക്കലും ആ ചരിത്രം പൂർണ്ണമാക്കാൻ സാധ്യമല്ല. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതു പ്രദേശത്തു നിന്നാണോ ഒഫീഷ്യലായ ഇസ്ലാം ഇവിടെ എത്തുക എന്ന് പഠിപ്പിച്ച് പിൽക്കാലത്ത് ലോകത്ത് ആധികാരികമായി ഇസ്ലാമിന്റെ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ പ്രദേശത്തു നിന്ന് തന്നെ ഇവിടെ എത്തുകയും അന്ന് തന്നെ മാറോടണച്ചു പിടിച്ച് ഈ സമൂഹത്തെ മുഴുവൻ ഇസ്ലാമിന്റെ യഥാർത്ഥ പാതയിൽ കഥാ വളരെ ഭദ്രമായി കാത്തു സൂക്ഷിക്കുകയും ചെയ്ത മഹാന്മാരായ ഉലമാക്കളിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതുപോലെ പിന്നീട് യുവജനങ്ങളെ ബഹുജനങ്ങളെ സംസ്കരിച്ച് സംഘടിപ്പിക്കുന്നതിനാവശ്യമായ SYS സമസ്ത കേരള സുന്നി യുവജന സംഘവും അതിനുശേഷം വിദ്യാർത്ഥി തലമുറ ഇതേ ആദർശത്തിന്റെ ഭാഗമായി അതാ സമൂഹത്തിന് മുന്നിൽ വളരെ ശക്തമായി ഉണ്ടായിരുന്ന ഒരു വിടവ് അസ്തമിപ്പിച്ചുകൊണ്ട് ഭൗതിക കോളേജുകളിലേക്ക് അതാ വിദ്യാഭ്യാസം നുകരുന്നതിന് പോകുന്ന വിദ്യാർത്ഥികൾ അവരുടെ ശൈലിയും അവരുടെ വേഷവിധാനവും ഇസ്ലാമികവൽക്കരിക്കുന്നതിനോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആളുകളുടെ കൂട്ടത്തിൽ അവരെ ചേർത്തു വായിക്കുന്നതിനോ സാധ്യമല്ല എന്ന തെറ്റിദ്ധാരണ മൂലം അകന്നുപോയ ഒരു വിഭാഗം ആളുകളെ ആത്മീയമായ ഈ പാരമ്പര്യത്തിന്റെ ചരടിൽ വ്യക്തമായി കോർത്തിണക്കിക്കൊണ്ട് ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ മേഖലകളിൽ രണ്ട് തുരുത്തിലായി നിന്നവരെ ഒരേ ആശയത്തിൽ യോജിപ്പിച്ചുകൊണ്ട് അവരെ സമന്വയിപ്പിക്കണം
എന്ന മഹത്തായ ആശയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഗ്രേസരായ പണ്ഡിത വരേണ്യരുടെ ആശീർവാദത്തോടെ 1973 ഏപ്രിൽ 29-ാം തീയതി നമ്മുടെ മഹത്തായ വിദ്യാർത്ഥി സംഘടനയായ SSF ഇവിടെ പിറവിയെടുക്കുന്നത്. സഹോദരങ്ങളെ, ഈ മഹത്തായ സംഘടന വിദ്യാർത്ഥി സംഘടനയാണ്. വിദ്യാർത്ഥികളെന്ന് കേൾക്കുമ്പോൾ ആധുനിക ലോകത്ത് അറപ്പും വെറുപ്പും ഉണ്ടാകുന്ന മനുഷ്യ സ്നേഹികളുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം ക്യാമ്പസുകളുടെ അന്തരീക്ഷം മലീമസമായി ആരാലും ഭീതിപ്പെടുത്തുന്ന വളരെയധികം റൗഡികളുടെ കേന്ദ്രമായി ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുവെങ്കിൽ ഒരുപാട് ചിന്തകന്മാർ വിജ്ഞാനത്തിനും വിദ്യാഭ്യാസത്തിനും നൽകിയ ഡെഫിനിഷനുകളെ മുഴുവൻ തകിടം മറിച്ച് വലിയ അക്രമികളെയും വലിയ ക്രിമിനലുകളെയും സൃഷ്ടിച്ചെടുക്കുന്ന രൂപകൽപ്പന ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ നിന്ന് ലഭിക്കുന്നത് എന്ന അപകടകരമായ അവസ്ഥാവിശേഷമുള്ളപ്പോഴാണ് അതാ 1973 നിന്ന് 4 പതിറ്റാണ്ടുകളിലേക്ക് വളരെയധികം വ്യക്തമായ ഒരാദർശത്തെ മുന്നിൽ നിർത്തി ലക്ഷ്യം സഫലീകരിച്ച വിജയഗീതവുമായി ഒരു മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ന് ത്രിവർണ പതാക അന്തരീക്ഷത്തിൽ അഭിമാനത്തോടെ പാറിപ്പറപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെയാണ് ഇന്നും പത്രങ്ങൾ എടുത്തു നോക്കുമ്പോ അതാ ചാപ്പ കുത്തി കൊടുക്കുന്നത് മാരകായുധങ്ങൾ ഉപയോഗിച്ച് അതൊരു ത്രില്ലായി തമാശയായി കൂട്ടുകാരെ അതിന് വിധേയമാക്കിക്കൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ പൊളിറ്റിക്കൽ മേഖലയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സമൂഹങ്ങൾ ഇന്ന് അധപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോ അവരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ക്യാമ്പസിൽ തന്നെ പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ട ഈ മഹത്തായ വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥികളെ ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും 2 തട്ടിലായി വിഭജിച്ചവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസമുള്ള തലമുറയെ ഇസ്ലാമിക ആദർശത്തിൽ നിന്നും മനുഷ്യത്വത്തിൽ നിന്നും അകറ്റിക്കളയുക എന്നതായിരുന്നുവെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് എന്ന ഒറ്റപ്പെട്ട ഒരു മഹനീയ മുദ്രാവാക്യമാണ് ഈ വിദ്യാർത്ഥി സംഘടന ഈ സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അന്ന് വിളിക്കുമ്പോൾ നമ്മുടെ പൂർവീകരായ നേതാക്കളുടെ മുഖത്തു നോക്കി അനവധി രാഷ്ട്രീയ പ്രഹേളികകളുടെയും അതുപോലെ ഭൗതികാഡംബരങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും ധ്വനി മാത്രം കേട്ട് പരിചയമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ അഡ്രസ്സിൽ പല്ലിളിച്ച് കാണിച്ച അപഹാസ്യമാണിതെന്ന് പറഞ്ഞ പരിഹസിച്ചതിന് പരിഹാസ പാത്രങ്ങളാക്കി മാറ്റിയ ഒരുപാട് ദുരന്തങ്ങളെ പൂമാലകളെ പോലെ സ്വീകരിക്കാൻ നമ്മുടെ മഹത്തുക്കളായ പൂർവീകർ കാണിച്ച തന്റെ ഇടമാണ്, സന്മനസ്സാണ്, ക്ഷമയാണ്. യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് 4 പതിറ്റാണ്ടിന്റെ ചരിത്രം പറയാൻ ഇവിടെ അവസരം ലഭിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം, ആ സമയത്ത് വരാൻ പോകുന്ന വലിയ മഹത്വത്തെ മറന്നുകൊണ്ട് താൽക്കാലികമായ വികാരത്തിനടിമപ്പെട്ട് വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന എല്ലാവിധ ഭൗതികമായ ജാള്യതകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിന്നിരുന്നതെങ്കിൽ തീർച്ചയായും ഈ മഹനീയമായ സാംസ്കാരിക പശ്ചാത്തലത്തെയും വിദ്യാർത്ഥി തലമുറയെയും ഇവിടെ സമ്മാനിക്കാൻ കഴിയുമായിരുന്നില്ല. അത്രയേറെ അത്ഭുതപ്പെടുത്തുന്ന ഇംഗ്ലീഷ് അക്ഷരമാലക്ക് ക്ഷാമം അനുഭവപ്പെടുന്ന രീതിയിൽ സംഘടനകളുടെ ആധിക്യം കൊണ്ട് പേരുകേട്ട കേരളത്തിന്റെ മണ്ണിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ ഉയർത്തിപ്പിടിച്ച് ഈ പരിശുദ്ധമായ ആശയവും സത്യവും മറന്നുകൊണ്ട് 1 മിനിറ്റ് പോലും പ്രവർത്തിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സാംസ്കാരിക കേരളത്തിന്റെ വളരെ വ്യക്തമായ മയിൽക്കുറ്റികൾ ഇന്ന് നേടിയെടുക്കാൻ അല്ലെങ്കിൽ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അവഗണിക്കാനാകാത്ത ചരിത്രങ്ങളെ സമ്മാനിച്ചു കൊടുത്ത അനുഭൂതിദായകമായ ഒരു പശ്ചാത്തലം സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനമായി SSF വളരാനുള്ള കാരണം സാധാരണ വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ടാകുന്ന അപജയത്തിന് ചാൻസ് ഉള്ള ഒരു മേഖലയുമില്ലാതെ
ആദ്യം തന്നെ ഭദ്രമായി കെട്ടിപ്പടുത്ത് ഉലമാഇന്റെ നേരത്തെ സൂചിപ്പിച്ച പ്രവാചകരുടെ അനന്തരാവകാശികളുടെ ആ ആധികാരികമായ നിയന്ത്രണത്തിലും അവരുടെ പ്രത്യേക നിർദ്ദേശങ്ങളെ ഏറ്റവും വലുതായി മാനിക്കുന്ന വളരെ ഉത്തരവാദിത്തമുള്ള പശ്ചാത്തലത്തിലുമാണ് ഈ സംഘടന വളർന്നു വന്നത് എന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾക്ക് സാഹിത്യോത്സവിന്റെ വേദിയിലൂടെ കലാസാഹിത്യം മാത്രമല്ല, ആത്മീയമായ വേദികളിലൂടെ തസ്കിയത്ത് ക്യാമ്പുകളടക്കം, തർബിയത്ത് വേദികളടക്കം നിരവധി അനവധി അത്തരം ആത്മീയ സദസ്സുകൾ മുഴുവനും സംഘടിപ്പിച്ച് ഈ സമൂഹത്തെ, ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളെ മദ്യപാനിയുടെ ശരാശരി പ്രായം 12-13 താഴ്ന്ന ഈ വളരെയധികം ജുഗുപ്സാവഹമായ സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ SBS-ന്റെ പ്രായം മുതൽ മദ്യം തൊടാതെ, മയക്കുമരുന്നിനടിമപ്പെടാതെ, നാവിനടിയിൽ വെക്കുന്ന അശ്ലീല വസ്തുക്കൾക്ക് പകരം നാവിന്റെ പരിശുദ്ധമായ മന്ത്രോച്ചാരണത്തിൽ അല്ലാഹുവിനുള്ള ദിക്റും തഹ്ലീലും റസൂലുള്ളാഹി തങ്ങൾക്കുള്ള സ്വലാത്തും അണിനിരത്തി വളരെ സംശുദ്ധമായ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളെ ഒരു സമൂഹത്തിന്റെ വ്യക്തമായ സൃഷ്ടിപ്പിന്, ഒരു സമൂഹത്തിന്റെ മുന്നേറ്റത്തിലുള്ള അടിസ്ഥാന രൂപീകരണ പ്രക്രിയക്ക് അതിശക്തമായ സംവിധാനമൊരുക്കിയ ഒരു മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനമായി കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നിലനിൽക്കാനുള്ള കാരണം മഹാന്മാരായ ഉലമാക്കളുടെ ആശീർവാദത്തിലും അനുഗ്രഹത്തിലും അധിഷ്ഠിതമായി അതിനപ്പുറം ഒരു വാക്കുപോലും വിദ്യാർത്ഥി സംഘടനയുടെ അജണ്ടയിലില്ലാതെ അഹ്ലുസുന്നയാകുന്ന പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ തനിമ പ്രാബല്യത്തിൽ വരുത്താൻ ഒരുപാട് കാലം ശേഷിച്ചിരിക്കുന്നതല്ല, ബാല്യം തൊട്ട് അനിവാര്യമാണെന്ന വസ്തുത മുൻനിർത്തിയാണ് പ്രവർത്തന മേഖലയിൽ ആ അജണ്ട വെച്ചുകൊണ്ടാണ് ഈ മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ അത് വരേണ്ട സ്ഥലത്തു തന്നെ ഇവിടെ എത്തി. മദീനയിലും മക്കയിലും പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ പുന്നാര റസൂലുള്ളാഹി പഠിപ്പിച്ച ഒറിജിനൽ ഇസ്ലാമിന്റെ തനിമ യമന്റെ പ്രത്യേകമായ സർട്ടിഫിക്കറ്റോടുകൂടെ ഇവിടേക്കെത്തി അത് പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ മഹാന്മാരായ ഉലമാക്കളെയും സാദാത്തുക്കളെയും നമുക്ക് ലഭിച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട പ്രാസ്ഥാനിക വേദിയുടെ നിലനിൽപ്പിനും ഹയാത്തിനുമായി യദുല്ലാഹി അലൽ ജമാഅ, സംഘത്തെ ഉണ്ടാക്കി പ്രവർത്തിച്ച് മുന്നേറണമെന്ന ഉപദേശം വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു അടക്കമുള്ള മഹാന്മാരായ ഔലിയാക്കൾ, ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അടക്കമുള്ള ഔലിയാക്കൾ, സമസ്തയുടെയും SYS-ന്റെയും പിന്നീട് വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSF-ന്റെയും രൂപീകരണത്തിലും അടുക്കും ചിട്ടയുമുള്ള ഇസ്ലാമിക പ്രവർത്തനത്തിലും വളരെ ശക്തമായ സ്വാധീനവും അതിന്റെ ക്രിയാത്മകമായ നേതൃത്വവും വഹിക്കുന്നു എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് SSF എന്ന വിദ്യാർത്ഥി സംഘടനയുടെ വ്യതിരിക്തത, ആത്മീയ ലോകത്തെ അതിന്റെ സാന്നിധ്യം, ആ മഹത്തായ പ്രവർത്തനത്തിലുള്ള അനുഭൂതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. അല്ലാഹുവിന്റെ ദീനിനെ ഇവിടെ കൊണ്ടുവന്ന ആ പ്രത്യേകമായ യമൻ എന്ന പ്രദേശം, ഹദർമൗത്തിലെ തരീം എന്ന പ്രദേശത്ത് ദാറുൽ മുസ്തഫ എന്ന ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവിടെ സിയാറത്തിനും ആ സ്ഥാപനത്തിന്റെ ഇസ്ലാമിക വിജ്ഞാന സേവനങ്ങളെ ഒന്ന് നേരിട്ടറിയുന്നതിനും ഈ വിനീതൻ അവിടെ എത്താൻ അവസരം ലഭിച്ചു. ആ സമയത്ത് വല്ലാത്തൊരനുഭൂതിയാണ് നമുക്ക് തോന്നുക. കാരണം നമ്മുടെ നാടും യമനും തമ്മിലുള്ള ബന്ധം, യമനിന്റെ കൾച്ചറും യമനിന്റെ പ്രത്യേകമായ വിശ്വാസ ശൈലിയും പരമ്പരാഗത ഇസ്ലാമിന്റെ സൗന്ദര്യമാർന്ന ജീവസുറ്റ ആധുനിക ലോകത്തെ പ്രകടമാക്കി കാണുന്ന പ്രത്യേകതയും കേരളത്തിന് സമ്മാനിക്കാൻ മഹാനായ മമ്പുറം തങ്ങളടക്കമുള്ള ഔലിയാക്കൾക്ക് കഴിഞ്ഞത് യമനിൽ നിന്നാണ് അവരിവിടെ കൊണ്ടുവന്നത്, പ്രചരിപ്പിച്ച്. സഹോദരങ്ങളെ, അതേ തനിമ, എന്തെല്ലാം പ്രശ്നങ്ങളും പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങളും അവിടെ നിലവിലുണ്ടെങ്കിലും ഹദർമൗത്തിലെ തരീം
തരീമിൽ നിന്നാണ് മമ്പുറം തങ്ങൾ ഇവിടെ എത്തിയതെങ്കിൽ ആ തരീം ഇന്നും പ്രശോഭിച്ചു നിൽക്കുന്നു അതേ വിശ്വാസദാർഢ്യതയുമായി. സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ഹജ്ജിന്റെ വേളയിൽ അതാ ഉലമാക്കളും അറബി നാട്ടിലെ ഭരണാധികാരികളും അടങ്ങുന്ന വലിയൊരു സംഘം അറബി രാജ്യങ്ങളിൽ നിന്നും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയുടെ പ്രത്യേക അനുമതിയോടെ തന്നെ മക്ക മുക്കറമയിൽ ഒരു യോഗം ചേരുകയാണ്. ജിദ്ദയിൽ അതിന്റെ സിറ്റിംഗ് നടത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഹജ്ജിന്റെ വേളയിലായിരുന്നു അത്. അതിന് വളരെ വ്യക്തമായി ലീഡർഷിപ്പ് നൽകിയ ബഹുമാനപ്പെട്ട മുഹമ്മദ് അബ്ദു യമാനി നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ ആ സന്തോഷ നിമിഷത്തിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ജന്നത്തുൽ മുഅല്ലയിൽ ലക്ഷക്കണക്കിന് ഹാജിമാരുടെ മയ്യിത്ത് നിസ്കാര ശേഷം അവരെ മറവ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിർവഹിച്ച ആത്മീയമായ ശാന്തിയോടെയാണ് അവരാ ഖബറിടത്തിലേക്ക് യാത്രയായത്. ആ വലിയ ഉലമാ സമ്മേളനത്തിൽ വെച്ച് വലിയ രാഷ്ട്രപ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന വേദിയിൽ വെച്ച് അവർ പ്രഖ്യാപിച്ചു, മർക്കസു സഖാഫത്തിൽ ഇസ്ലാമിയത്തിൽ ആലമിയ, വേൾഡ് ഇസ്ലാമിക് കൾച്ചറൽ സെന്ററായി യമനിലെ തരീം എന്ന പ്രദേശത്തെയാണ്. ഹദർമൗത്തിലെ തരീം എന്ന പ്രദേശം അതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോക ഇസ്ലാമിക സാംസ്കാരിക കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നുവെങ്കിൽ പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ വ്യക്തമായി അവിടുത്തെ സമക്ഷത്തിലിരുന്ന് നേർക്കാഴ്ച കാണുന്ന സ്വഹാബത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു എവിഡൻസ് ആവശ്യമുള്ള സൊസൈറ്റി പിൽക്കാലത്ത് വരുമ്പോ അതിന് വ്യക്തമായി യമനിനെ ഉദാഹരണം പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, ആ തരീം എന്ന പ്രദേശത്തെത്തുമ്പോ വല്ലാത്തൊരനുഭൂതിയാണ് വിശേഷിച്ച് കേരളക്കാരായ നമുക്കുണ്ടാകുക. എന്താണെന്നല്ലേ, അവിടെ ഇസ്ലാം അതിന്റെ തനിമയിൽ ഇന്നും പ്രൗഢിയോടെ നിലനിൽക്കുകയാണ്. യമന്റെ റൂളർ സാലഹ് എന്ന് പറയുന്ന ഭരണാധികാരി രാജ്യത്ത് വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രക്ഷോഭത്തിന് സാധാരണക്കാരായ ജനങ്ങൾ ഇറങ്ങി. സാലഹിന്റെ അധികാര കസേരയുടെ ആയുസ് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. എന്നാൽ നിങ്ങൾ ആലോചിക്കണം, സൗദി അറേബ്യയിൽ പോയി കുറച്ചുനാൾ കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം യമനിലേക്ക് തിരിച്ചു വന്നപ്പോ പ്രക്ഷോഭം ശക്തമായതായി മീഡിയകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ആ ഭരണാധികാരിയുടെയും മറ്റ് ഭരണാധികാരികളുടെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് അള്ളാഹുവിന്റെ പ്രത്യേക സഹായം ലഭിക്കത്തക്ക അനുയോജ്യമായൊരു പശ്ചാത്തലമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രശ്നങ്ങളുണ്ടായ ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രമായ ബഗ്ദാദ് ഉൾക്കൊള്ളുന്ന ഇറാഖ് മുതൽ ടുണീഷ്യ മുതൽ ഈജിപ്റ്റ് മുതൽ ലിബിയ മുതൽ സിറിയ മുതൽ യമൻ മുതൽ ഒമാൻ വരെ ഏത് പ്രദേശം പരിശോധിച്ചു നോക്കിയാലും അള്ളാഹുവിന്റെ പ്രത്യേക സഹായം കിട്ടത്തക്ക ബാക്ക്ഗ്രൗണ്ട് ആധുനിക ഭരണാധികാരികൾ ആ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്തു എന്നൊരിക്കലും അവകാശപ്പെടാൻ സാധ്യമല്ല. മാത്രമല്ല, സ്വന്തം അരമനയിലെ സുഖങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് സമൂഹത്തെ മുഴുവൻ അവഗണിച്ചു നീങ്ങിയ ഭരണാധികാരികൾക്ക് സ്വാഭാവികമായി ഉണ്ടായ പതനമാണ് ആ രാഷ്ട്രങ്ങളുടെ ഒക്കെ ചരിത്രത്തിൽ ആനുകാലിക രംഗത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന അസുഖകരമായ വസ്തുത. എന്നാൽ സഹോദരങ്ങളെ, യമനിലും അതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. സാലഹ് എന്ന ഭരണാധികാരി പ്രതിസന്ധി അനുഭവപ്പെടുകയാണ് അദ്ദേഹത്തിന്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മദ്ഹബേദ ഷാഫിയും ഹനഫിയും ഹംബലിയും മാലിക്കിയും ഒന്നുമല്ല, ഒരു പുതിയ മദ്ഹബിന്റെ ആളാണ് അയാൾ. അയാളുടെ പ്രത്യേകമായ ഔദ്യോഗിക പള്ളികൾ അത്തരം മദ്ഹബുകളിലാണ് അംഗീകരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത്, മറ്റ് ഇബാദത്തുകൾ നിർവഹിക്കുന്നത്. ഒരിക്കൽ ഞങ്ങൾ സുബഹി നിസ്കരിക്കാൻ ഒരു പള്ളിയിൽ കയറി. സുബഹിയാണോ ദുഹറാണോ അസറാണോ മഗ്രിബാണോ ഇശായാണോ ഒന്നും തിരിയുന്നില്ല. അവസാന നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ മാറിയുന്നൊരു ജമാഅത്ത് നടത്തിയാൽ അവിടെ അടി നടക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതി വേറൊരു പള്ളിയിൽ പോയി പിന്നെ രണ്ടാമത് സുബഹി നിസ്കരിക്കേണ്ടി വന്നു. ഭരണാധികാരിയുടെ അവസ്ഥ അതാണെങ്കിലും യമനിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ മിക്ക പ്രദേശത്തെയും ആ ഇന്നുണ്ടായ ശിഥിലീകരണവും ആദർശരംഗത്തുള്ള വ്യതിയാനവും
ഒക്കെ സംഭവിക്കുന്നതിന് യമന്റെ ചില പ്രദേശങ്ങൾ കാരണമായിട്ടുണ്ടെന്നും ഭീകരരുടെ താവളമായി ചില ഒറ്റപ്പെട്ട മലയിടുക്കുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നതും വസ്തുതയാണെങ്കിലും യമനിലെ ഹദർമൗത്ത്, കേരളത്തിൽ പറയുമ്പോൾ വല്ലാത്ത അനുഭൂതിയുള്ള സ്ഥലം, ബാഫഖി സാദാത്തുക്കൾ, ശിഹാബ് കബീല, ബാലവി സാദാത്തുക്കൾ, ഇങ്ങനെ തുടങ്ങി തങ്ങന്മാരുടെ ഏറിയ പങ്കും കേരളത്തിലേക്ക് വന്നിട്ടുള്ള സാദാത്തുക്കളുടെ അസ്ല് യമനിലാണ്. ആ യമനിലെ പരിശുദ്ധമായ ഹദർമൗത്ത് എന്ന പ്രദേശത്തു നിന്ന് തന്നെയാണ് ഏറിയവരും ഇവിടെ എത്തിയത്. ആ ഹദർമൗത്തിലെ തരീം എന്ന പ്രദേശം ദാറുൽ മുസ്തഫ എന്ന ഒരു ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രം അവിടെ കാണാം. സുബഹി നിസ്കാരത്തിന് ശേഷം ബിറുദുൽ ലത്തീഫ് എന്ന് പറയുന്ന ബിറുദ് അവിടെ ഔദ്യോഗികമായി എല്ലാവരാലും ചൊല്ലപ്പെടുകയാണ്. പള്ളിയിൽ വരുന്ന സാധാരണക്കാർക്ക് മുഴുവനും അത് ഹിഫ്ളാണ്, മനപ്പാഠമാണ്. 10,000-ഓളം വരുന്ന ആളുകൾ ഒരുമിച്ചിരുന്ന് അത് മുഴുവനും ചൊല്ലി, നാട്ടിലെ ഗ്രാമവാസികളായ പുരുഷന്മാർ ഏകദേശം 7,000-ഓളം ആളുകൾ, 10,000-3,000 വരുന്ന ആലിമുകളും മുതഅല്ലിമുകളും എല്ലാവരും ഒരുമിച്ച് ബിറുദുൽ ലത്തീഫ് ചൊല്ലുകയാണ്. ചൊല്ലിയ ശേഷം ബഹുമാനപ്പെട്ട ഉമർ ഹഫീദ് തങ്ങൾ ഇന്നവിടെ ജീവിച്ചിരിക്കുന്ന വലിയ ആലിമാണ്. ആഫ്രിക്കൻ കൺട്രീസിൽ ദിക്ർ സദസ്സുകൾക്ക് ആത്മീയമായി നേതൃത്വം നൽകുന്ന വലിയ നേതൃത്വമാണ് മഹാനവറുകൾ. കേരളം സന്ദർശിച്ച വിവരം നമുക്കറിയാം. മർക്കസിലും മഅദിനിലും ഒക്കെ എത്തിയിട്ടുണ്ട്. ആ ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റു നിന്ന് അതാ ബിറുദുൽ ലത്തീഫ് കഴിയുമ്പോൾ അവിടുന്ന് നിർദ്ദേശിക്കുന്നു, ബാക്കബി എവിടെ? ആ മൂലയിൽ പോട്ടെ. ഫൈസി എവിടെ? അവിടെ ആ മൂലയിൽ പോയി ദർസ് തുടങ്ങുക. സഖാഫി എവിടെ? അവിടെ പോവുക. ഇങ്ങനെ തുടങ്ങി സഅദിയും മദനിയും അതുപോലെ വ്യത്യസ്ത ബിരുദധാരികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മുദരിസുമാരായി പറഞ്ഞേക്കുന്നത് പോലെ രാവിലെ പള്ളിയിൽ വെച്ച് 100 കണക്കിന് മുതഅല്ലിമുകളുമായി ഓരോ മുദരിസുമാർ ഓരോരോ കോർണറിലും അതുപോലെ ഓരോ സൈഡിലുമായി പറഞ്ഞു വിടപ്പെടുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് മഹാനായ ഉമർ ഹഫീദ് തങ്ങളാണ്. എന്നിട്ട് അവസാനം ഒരു 500-ഓളം വിദ്യാർത്ഥികൾ സഹീഹുൽ ബുഖാരിയുടെ ദർസുമായി ബഹുമാനപ്പെട്ടവരുടെ ചുറ്റിൽ തന്നെ ഇരുന്ന് മെഹ്റാബിൽ നിന്ന് തങ്ങളവറുകളും ദർസിലേക്ക് കടക്കുകയാണ്. പള്ളി ദർസിന്റെ പരിപൂർണമായ അവതരണം അവിടുന്ന് ഇവിടത്തേക്ക് പകർത്തി തന്നതാണെന്ന് ബോധ്യപ്പെടുന്ന, അക്ഷരാർത്ഥത്തിൽ നമ്മൾക്ക് അഭിമാനം തരുന്നൊരു വസ്തുത. എന്നിട്ടതാ വെള്ളിയാഴ്ച രാവാകുമ്പോ സ്വലാത്തിന്റെ മജ്ലിസ്, ദിക്റിന്റെ മജ്ലിസ്, അവിടെ പ്രഭാഷണം നടത്തുന്ന മഹാനവറുകൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ് പറഞ്ഞതല്ല, ഈ വെള്ളിയാഴ്ച രാവ് ഫൈദാനായി അവിടുത്തെ നാവിൻ തുമ്പിലേക്ക് ഒഴുകി വീഴുന്ന ഹൃദയഹാരിയായ ആത്മീയ പ്രഭാഷണം അതപ്പോൾ തന്നെ ചാനലുകൾ മുഴുവൻ ഒപ്പിയെടുക്കുകയാണ്. രാഷ്ട്രം മുഴുവൻ പ്രക്ഷേപണം ചെയ്യുകയാണ്. ആയിരക്കണക്കിന് സീഡികളിലായി രാഷ്ട്രത്തിന്റെ അതിർത്തികൾ ഭേദിച്ച് ലോകം മുഴുവൻ ആ പ്രഭാഷണം എത്തിച്ചേരുകയാണ്. വെള്ളിയാഴ്ച രാവിലെ സാധാരണ ബിറുദുകൾ കഴിഞ്ഞു, ബിറുദുൽ ലത്തീഫൊക്കെ കഴിഞ്ഞു. അതാ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, നമുക്ക് പുറപ്പെടുകയല്ലേ. സമ്പൽ എന്ന് പറയുന്ന മഖാമിലേക്ക് പോവുകയാണ്. 1/2 കിലോമീറ്ററോളം നടക്കേണ്ടുന്ന ആ മഖാമിലേക്ക് അതാ അവിടുത്തെ പുരുഷാരം മുഴുവൻ, അവിടുത്തെ മുതഅല്ലിമുകളും ആലിമുകളും മാത്രമല്ല ഗ്രാമവാസികളായ പുരുഷന്മാർ എൻ ബ്ലോക്കും ചേർന്ന് വലിയൊരു റാലിയായി പോവുകയാണ്. പ്രക്ഷോഭ റാലികളുടെ ചിത്രം പത്രങ്ങളിൽ നാം കണ്ടിട്ടുണ്ടല്ലോ. അതിൽ പ്രക്ഷോഭം അങ്ങ് മാറ്റി ആത്മീയ റാലി എന്നാക്കുക. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ സുബഹി നിസ്കാരവും ഔറാദുകളും കഴിഞ്ഞ് യമനിന്റെ ഹദർമൗത്ത് എന്ന ഇസ്ലാമിക തലസ്ഥാന നഗരി തരീം എന്ന പ്രദേശം അക്ഷരാർത്ഥത്തിൽ ആത്മാഭിമാനത്തോടെ ഇന്ന് അവതരിപ്പിക്കാൻ കഴിയുന്ന ടിപ്പിക്കൽ പ്ലേസായി ഇസ്ലാമിക ലോകത്ത് അവതരിപ്പിക്കാൻ കഴിയുമെന്നതിന്റെ പ്രത്യക്ഷ തെളിവാണ് മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിൽ വെച്ച് മർക്കസു സഖാഫത്തിൽ ഇസ്ലാമിയ അൽ ആലമിയ വേൾഡ് ഇസ്ലാമിക് കൾച്ചറൽ സെന്ററായി അതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തായ പ്രഖ്യാപനത്തിന്റെ പൊരുൾ
ആധുനിക ലോകത്ത് വളരെ വ്യക്തമായി വിവക്ഷിച്ചെടുത്തില്ലേ? ആ പ്രദേശത്ത് രാവിലെ ആ പുരുഷാരം മുഴുവൻ ഒരുമിച്ച് വലിയൊരു റാലിയായി സമ്പൽ എന്ന് പറയുന്ന മഖാമിലേക്ക് പോകുകയാ. ആ മഖാമിലേക്ക് എത്തിയാൽ ഫഖീഹ് മുഖദ്ദം എന്ന് ഹദ്ദാദ് റാത്തീബിൽ പള്ളികളിൽ മുതഅല്ലിമുകളും മുസ്ലിയാമാരും മാത്രമല്ല നാടന്മാരായ ആളുകൾ വരെ നമ്മുടെ സർവ പള്ളികളിലും ഇശാ നിസ്കാരത്തിനു ശേഷം ചൊല്ലുന്ന ഹദ്ദാദ് റാത്തീബിൽ ഫഖീഹ് മുഖദ്ദം എന്ന് പറഞ്ഞ് ആദ്യത്തെ ഫാത്തിഹ ഓതി ഹദിയ ചെയ്യില്ലേ? ആ മഹാനുഭാവന്റെ ചാരത്തേക്ക് എത്തുകയാണ്. അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യുന്നു. നൂറുകണക്കിന് അലിമീങ്ങൾ നയിച്ച ആയിരക്കണക്കായ സമൂഹം ഒന്നടങ്കം വന്ന് ആ നാട്ടിലെ മുഴുവൻ ജനവും ഒരുമിച്ച് കൂടിയിട്ട് അതാ അവിടെ യാസീനോദി ദ്വാരക്കുന്നു. സ്ഥിരമായ പന്തൽ അവിടെയുണ്ട് സഹോദരങ്ങളെ. മൈക്രോഫോണിന്റെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. മാത്രമല്ല ആ നേതൃത്വം വഹിച്ച മഹാന്മാരായ ഉലമാക്കളുടെ നേതൃത്വത്തിൽ അവിടെ യാസീനോദി ദ്വാരന്നു ശേഷം അബ്ദുറഹ്മാൻ സഖാഫ് തങ്ങളുടെ അടുക്കലേക്ക് പോകുകയാ. അവിടെയും അതാ യാസീനോദി ദ്വാരക്കുകയാണ്, ഫാത്തിഹോദി ദ്വാരക്കുകയാണ് അവിടെ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ അവിടുന്ന് അതാ ഉലമാക്കളുടെ നേതൃത്വത്തിൽ തൊട്ടടുത്ത് ഐദറൂസി സാദാത്തുക്കളുടെ അടുക്കലേക്ക് അതാ അവിടുന്ന് സാദാത്തുക്കളുടെ വലിയൊരു പരമ്പര തന്നെ വിവിധ കബീലകളിലായി നിലകൊള്ളുന്ന ആ പ്രദേശത്ത് അവരുടെ നേതൃത്വങ്ങളുടെ അരികിൽ ചെന്ന് യാസീനോദി ദ്വാരന്ന് സിയാറത്ത് ചെയ്ത ആയിരക്കണക്കായ ആളുകൾ ഒരുമിച്ച് കൂടിയ സമൂഹം അതാ ബാലവി സാദാത്തുക്കളുടെ ഒരു തുരുത്ത് തന്നെ അവിടെ കാണാം. അതിലേക്ക് കടന്നങ്ങ് ചെന്ന് ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് അതപോടെ ഇരുന്ന് അതാ യാസീനോദി ദ്വാരന്ന് ഹദ്ദാദ് റാത്തീബ് ചൊല്ലി റസൂലുള്ളാഹിന്റെ മദ്ഹ് ഗീതം പാടി മദ്ഹുൻ നബിയായ ആ പ്രത്യേകമായ ഖിസ്സകൾ പറഞ്ഞ് 8:45 9 ഇടയ്ക്ക് സമയമാകുന്നത് വരെ യമനിലെ ഹദർമൗത്തിലെ തരീം എന്ന ഗ്രാമം മുഴുവൻ സമ്പൽ എന്ന മഖാമിലാണ്. ആ മഹാന്മാരെ മുഴുവനും സിയാറത്ത് ചെയ്ത് ലോകത്ത് അറിയപ്പെടുന്ന അഗ്രേസരരായ ഉലമാഇന്റെ നേതൃത്വത്തിൽ അവിടെ സിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ പുരുഷാരം മുഴുവൻ 9 മണിയോടെ അവിടുന്ന് തിരിച്ചു പോരുകയാ. സഹോദരങ്ങളെ, സ്ത്രീകളും സിയാറത്തിന് പോകുന്നുണ്ട്. അവര് മഗ്രിബിനും ഇശാഇനും ഇടയിൽ. ആ സമയത്ത് പുരുഷന്മാർക്ക് പ്രവേശനമില്ല. അവരും ഔലിയാക്കളുടെ മഖാം സിയാറത്ത് ചെയ്യാൻ അവിടെ എത്തുകയാണ്. അങ്ങനെ സമ്പൽ എന്ന മഖാമിലേക്കുള്ള പ്രയാണമടക്കം വെള്ളിയാഴ്ച രാവ് ദിക്ർ സ്വലാത്തിന്റെ ആത്മീയ സദസ്സുകളടക്കം അതുപോലെ പള്ളി ദർസുകളുടെ സജീവമായ സാന്നിധ്യമടക്കം ഇന്ന് യമനിലെ ഹദർമൗത്തിലെ തരീം കണ്ടാൽ കേരളത്തിലെ പരിശുദ്ധ ഇസ്ലാമിക വൃത്തത്തിൽ അഹ്ലുസുന്നയുടെ അജയ്യമായ പ്രാസ്ഥാനിക സൗധത്തിൽ അംഗമാകാൻ അല്ലാഹു നമുക്ക് നൽകിയ ഭാഗ്യമോർത്ത് അനുഭൂതി ഉണ്ടാകും മക്കളെ. വല്ലാത്തൊരനുഭവം തന്നെയാണ്. ആ സ്ഥലത്തെയാണ് ലോക ഇസ്ലാമിക സാംസ്കാരിക കേന്ദ്രമായി അറബ് രാഷ്ട്രത്തിന്റെ പ്രമുഖരായ പണ്ഡിതരും ഒരുമിച്ച് കൂടി ഡിക്ലെയർ ചെയ്തതെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അൽ ഈമാനു യമാനുൻ വൽ ഹിക്മത്തു യമാനിയ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വ യമനിനാ എന്ന് പറഞ്ഞു ദുആയിരുന്ന അഷ്റഫുൽ വറാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിന്റെ അഥർ പ്രിയ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാകും കേട്ടോ. അല്ലാഹുവിന്റെ ദീൻ അങ്ങനെ ഒറിജിനലായി നമ്മുടെ കേരളത്തിൽ വന്നു. ദീനിയായ ചിട്ട മാത്രമല്ല,
കാരണം അത് ഇട്ടുകൊണ്ട് വഴികേടിലേക്ക് പോകാൻ വലിയ പാടാ. നമ്മൾ ബാക്കി എല്ലാ വേഷവും മാറി കൈയൊക്കെ തെറുത്ത് മുണ്ടൊക്കെ മടക്കി കൊടുത്ത് തലക്കെട്ടും തൊപ്പിയും ഒക്കെ മാറ്റി ഒരാള് ഒരു സിനിമാശാലയുടെ ക്യൂവിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അടുത്ത് നിൽക്കുന്ന സലീം ചോദിക്കും, അല്ല മൊയ്ലിയാരെ, നിങ്ങൾ എന്തിനായി വന്നത് ഇവിടെ? ചോദിച്ചത് ഈ കുപ്പായം കണ്ടുകൊണ്ടാ. സലീം എന്താ ഇവിടെ വന്നേന്നുള്ളതിന് ചോദ്യമേ ഇല്ല കേട്ടോ, അത്ര ഗതികെട്ട കാലഘട്ടമാണ്. അപ്പൊ ഏതായിരുന്നാലും ഈ ചോദ്യം വന്നത് ഈ കുപ്പായം കിടന്നതിന്റെ പേരിലാണ്. അതുകൊണ്ട് ഇതിനൊരു പ്രൊട്ടക്ഷനുള്ള ഒരു പ്രത്യേക വേഷമാണ് ഇത്. തെറ്റുകളിലേക്ക് ഇത് ഇട്ടുകൊണ്ട് പോകാൻ വലിയ പ്രയാസമാണ്. അതേസമയം മോഡേൺ ഏജിലുള്ള പ്രത്യേക പരിഷ്കാരമുള്ള ഡ്രസ്സുണ്ടല്ലോ, ഈ 100 കീശയും 1000 കീറലും ഇറുക്കിപ്പിടിച്ച പാൻസും ഷർട്ടുമായി തട്ടാത്ത സംസ്കാരവും ഇടയിൽ നീട്ടിപ്പിടിച്ച ബെൽറ്റും, അതുപോലെ തലയിലാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ഒരു 10,000 തരത്തിലുള്ള സിനിമാ നടന്മാരോ ഫുട്ബോൾ പ്ലേയേഴ്സോ അല്ലെങ്കിൽ ക്രിക്കറ്റ് താരങ്ങളോ ആരെയൊക്കെ എങ്ങനെയൊക്കെ അനുധാവനം ചെയ്യുന്നു. അത് ആണിനെ തന്നെ അനുധാവനം ചെയ്യണം ബോയ്സിന് എന്നില്ല, പെണ്ണുങ്ങളെ അനുധാവനം ചെയ്താലും മതി. ഏതൊക്കെ രീതിയിലാണ് തലയിൽ മുടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിശദീകരിക്കാൻ വാക്കുകളില്ല. ആ നിലക്കുള്ള പുതിയ സംസ്കാരത്തിൽ അടിപ്പെട്ടു പോയ ആളുകൾ പോകുന്ന വഴിക്ക് ഏത് കേന്ദ്രത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്താലും പോകും. കാരണം അവരുടെ വേഷവിധാനവും ആ സദസ്സുമായി പൊരുത്തപ്പെടാൻ വളരെ പെട്ടെന്ന് കഴിയും. ഏത് അപജയത്തിലേക്കും പോകാൻ ഇടവരുന്നു പോകുന്ന വേഷവിധാനങ്ങളാണ് ഇതൊക്കെ. എന്നാൽ വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ് ഈ കുപ്പായത്തിന് പേരിടാൻ കാരണം ഈ കുപ്പായ ഇട്ടുകൊണ്ട് പരമാവധി തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതേപോലെ എന്നാൽ ഈ കുപ്പായമല്ല, സാധാരണക്കാരിടുന്ന ഓപ്പൺ ഷർട്ട് ഉണ്ടല്ലോ, അതുപോലും യമനിൽ നിന്ന് ഇങ്ങോട്ട് മമ്പുറന്തങ്ങൾ കൊണ്ടുവന്ന് പഠിപ്പിച്ചതാണോ എന്ന് തോന്നിപ്പോകും കണ്ടാൽ. കാരണം നമ്മുടെ ഉപ്പുപ്പാന്റെ അപ്പൂപ്പനൊക്കെ ഷർട്ട് ഇടാതായിരിക്കുമ്പോൾ നടന്നത്. മാറുമറയ്ക്കാൻ പോലും അവകാശമില്ലാത്തൊരു രാജ്യമായിരുന്നു നമ്മുടേത്. ഉച്ചനീചത്വങ്ങളുടെ കറുത്ത അധ്യായങ്ങളിൽ വല്ലാതെ വിഷമിച്ചു കിടന്ന സാധാരണ വർഗത്തിന് യഥാർത്ഥത്തിൽ മാറുമറയ്ക്കാൻ അവകാശമില്ലാത്ത സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിന് കപ്പം കൊടുക്കണ്ട, മര്യാദയ്ക്ക് മറച്ചോളൂ, ധൈര്യമായി മൂടിക്കോളൂ എന്ന് പറയാൻ തന്റെ ഇടം കൊടുത്തത് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ നവ്വറല്ലാഹു മർഖദഹു ആണ്. അതേസമയം ആ ടിപ്പു സുൽത്താനെ വ്യഭിചരിക്കപ്പെട്ട ഇന്ത്യ ചരിത്രത്തിൽ ഫാസിസത്തിന്റെ കറുത്ത മഷി കൊണ്ട്, അല്ലെങ്കിൽ കറുത്ത പേന കൊണ്ട്, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കറുത്ത കരങ്ങൾ കൊണ്ട് എഴുതിയത് ഏറ്റവും വലിയ നിർബന്ധ മതപരിവർത്തനത്തിന്റെ ആള് എന്നാ. കാരണം മുസ്ലിങ്ങൾക്ക് മാറുമറയ്ക്കുന്നതിന് ഇവിടെ തടസ്സമില്ലായിരുന്നു. അതേസമയം ഇവിടുത്തെ ഏറ്റവും ഉന്നതരായ ബ്രാഹ്മണർക്കും ഇല്ലായിരുന്നു. അതേ ഇവിടുത്തെ സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം വരുന്ന താഴ്ന്ന ജാതിക്കാരായ ആളുകൾക്ക് മാറുമറയ്ക്കണമെങ്കിൽ കരം കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ മറയ്ക്കാൻ പാടില്ല. ആർക്ക് എപ്പോൾ വേണമെങ്കിലും ടച്ച് ചെയ്യത്തക്ക രീതിയിൽ തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന ഒരു വൃത്തികെട്ട സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നു സർവ്വവ്യാപകമായി. ഇതിനെതിരെ പാലക്കാടിന്റെ തീരങ്ങളിൽ വന്ന് കണ്ട ഉടൻ പ്രതികരിച്ച പടഹധ്വനിയായി കടന്നു വന്ന ഒരു വീരപുലിയായിരുന്നു ടിപ്പു സുൽത്താൻ നവ്വറല്ലാഹു മർഖദഹു. മഹാനവറുകളുടെ പടയോട്ടത്തിനിടയിൽ സാംസ്കാരികമായ നിരവധി ഉന്നതികൾ സമ്മാനിക്കാൻ കേരളത്തിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടായ ഈ തീരുമാനത്തെ പോലും വക്രീകരിച്ച് കാണിക്കാൻ വേണ്ടി ഇവിടെ ശ്രമിച്ചു. ഞാൻ പറഞ്ഞത് ടിപ്പു സുൽത്താനാണ് മാറുമറയ്ക്കാൻ അവസരം കൊടുത്തതെന്നതുപോലെ നമ്മുടെ അപ്പൂപ്പന്മാർക്ക് ഷർട്ടിടാൻ പഠിപ്പിച്ചതും ചിലപ്പോൾ മമ്പുറന്തങ്ങളായിരിക്കാം. ഇന്ന് യമനിൽ ചെല്ലുമ്പോ ഓപ്പൺ ഷർട്ടും മൂട്ടിയ കൈലി എന്ന് പറഞ്ഞാൽ കള്ളിമുണ്ട്, ഇതും ഉടുത്തുകൊണ്ട് ഫ്ലൈറ്റിലേക്ക് കയറി സാധാരണ സഞ്ചരിക്കുന്ന ഒരു സ്വഭാവം പാവങ്ങളായതുകൊണ്ടുകൂടിയായിരിക്കാം യമനികളിൽ ഇന്ന് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരുടെ വിശ്വാസ രംഗത്ത് മാത്രമല്ല, സാംസ്കാരിക രീതികളിൽ മാത്രമല്ല, അതിന്റെ ഒരു ഭാഗമായ വേഷവിധാനത്തിൽ പോലും വളരെ താദാത്മ്യം പുലർത്തുന്ന, സാമ്യം പുലർത്തുന്ന അവസ്ഥാവിശേഷം ഇന്ന് നമ്മുടെ കേരളത്തിൽ അഥവാ മലയാളി ലോകത്തുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിന്റെ എല്ലാം കാരണം ആ പ്രദേശം മാതൃകയായി റസൂലുള്ളാഹി തങ്ങൾ പ്രഖ്യാപിക്കുകയും ആ പ്രദേശത്തു നിന്ന് ഇവിടത്തേക്ക് അക്ഷരാർത്ഥത്തിലുള്ള പ്രബോധക വൃന്ദം ഇവിടത്തേക്ക് കടന്നു വരികയും ചെയ്തതുകൊണ്ടാണ് നമുക്ക് ആ തണലിൽ
വളരെ വ്യക്തമായി അഭിമാനത്തോടെ വിശ്രമിക്കാൻ അവസരം ലഭിച്ചത് എന്ന് നാം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത്, അങ്ങനെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഉറങ്ങുന്ന പ്രദേശത്തേക്ക് സിയാറത്തിന്, സ്വലാത്തിന്റെയും ദിക്റിന്റെയും മജ്ലിസുകളുടെ ആത്മീയമായ ഉന്നതിക്ക്, പള്ളി ദർസുകളുടെ വൈജ്ഞാനിക പശ്ചാത്തലത്തിന് എല്ലാം മാതൃക ഈമാനിന്റെ തറവാടായി അല്ലാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ച യമനിൽ നിന്നാണെങ്കിൽ, വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ അടക്കം ആ പരിശുദ്ധമായ ജീനുകൾ മുഴുവൻ യമനിലേക്കും ഹദർമൗത്തിലേക്കും തരീമിലേക്കും നമുക്ക് ചെന്നെത്തിക്കാൻ കഴിയുന്ന ആ പരിശുദ്ധമായ ഇസ്ലാമിക ചരിത്രത്തിന്റെ പാരമ്പര്യത്തെ ജീവനേക്കാൾ ഉപരി സ്നേഹിച്ചുകൊണ്ട് അത് തലമുറ കൈമാറി കെടാതെ സൂക്ഷിക്കാൻ ഇന്നും പ്രായാധിക്യത്തിന്റെ ഒരു ക്ഷീണവും കാണിക്കാതെ ആവേശത്തോടെ നമുക്ക് നേതൃത്വം നൽകുന്ന താജുൽ ഉലമാ മഹാനായ ഉള്ളാള് തങ്ങളുടെ നേതൃത്വത്തിൽ ഇന്നും ഈ സമൂഹം ആ സന്തോഷം അനുഭവിക്കുന്നുവെങ്കിൽ, ആ സന്തോഷത്തിന്റെ പ്രതിഫലനമായി ഇവിടെ രൂപം കൊണ്ട പ്രാസ്ഥാനിക കുടുംബത്തിലെ സംഘടനാ വേദികളിൽ മർമ്മപ്രധാനമായ ഒരു ഡ്യൂട്ടി നിർവഹിക്കുന്ന, ഒരു മഹത്തായ രൂപീകരണ പ്രക്രിയ നടക്കുന്ന, ഒരു സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്ക് ഏകോപിച്ച് അസ്ഥിവാരം നൽകുന്ന അഭൂതപൂർവമായ വിദ്യാർത്ഥി ശൃംഖലയാണ് കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ ഇവിടെ നമുക്ക് സംവിധാനിക്കാൻ കഴിഞ്ഞത്. സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാരോട് അഥവാ രക്ഷകർത്താക്കളോട് സൂചിപ്പിക്കട്ടെ, ഇന്ന് എത്രയോ പേർ മക്കളുടെ കാര്യത്തിൽ വലിയ ടെൻഷനുകളിലാണ്. ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ തിരിച്ച് വീട്ടിലേക്കെപ്പ വരുമെന്നറിയാതെ, പോയ മക്കൾ ഏതെല്ലാം ക്രിമിനൽ കുറ്റങ്ങളിൽ ഉത്തരവാദികളായി തിരിച്ചു വരുമെന്ന് പേടിച്ചുകൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ തനിമയിൽ അധിഷ്ഠിതമായി വിദ്യാർത്ഥി സമൂഹത്തെ ഈ ആനുകാലിക രംഗത്തെ വിപത്തുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ചെറിയ പ്രായം മുതൽ SBS-ന്റെ ചെറിയ ബാല്യം മുതൽ അവരെ മയക്കുമരുന്നിലേക്ക്, മദ്യത്തിലേക്ക്, അപകടങ്ങളിലേക്കൊന്നും തള്ളിവിടാതെ പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിച്ച് വളർത്തിയെടുക്കുകയും SSF എന്ന വിദ്യാർത്ഥി സംഘടനയിലേക്ക് അംഗങ്ങളാക്കി അതാ കോളേജ് ക്യാമ്പസുകളിലും ആത്മീയമായ ദർസിന്റെയും അറബി കോളേജിന്റെയും മുറ്റങ്ങളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരേ ചരടിൽ കോർത്തിണക്കി ആത്മീയ വിദ്യാർത്ഥിയുടെ ആത്മീയതയുടെ ചാനലിൽ ഭൗതിക വിദ്യാർത്ഥിയുടെ ആ പ്രത്യേകമായ അപജയങ്ങളൊക്കെ വന്ന് സമീപിക്കാവുന്ന അന്തരീക്ഷത്തിൽ നിന്ന് അവരെ സലാമത്താക്കി ഭൗതിക വിദ്യാർത്ഥിയുടെ പരിസ്ഥിതി വിജ്ഞാനം അത് ആത്മീയ വിദ്യാർത്ഥിക്ക് നുകർന്നു കൊടുത്ത് ആത്മീയ വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ആത്മീയമായ ആ തുരുത്തിൽ ഭൗതിക വിദ്യാർത്ഥിയെയും അംഗങ്ങളാക്കി രണ്ടും സമന്വയിപ്പിച്ച് സംഗമിപ്പിച്ച് സമ്മേളിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഈ മഹത്തായ SSF എന്ന് സാന്ദർഭികമായി എന്റെ രക്ഷകർത്താക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ വിദ്യാർത്ഥി സമൂഹം ഇവിടെ നിൽക്കൽ അനിവാര്യമല്ലേ? ഇവിടുത്തെ അനവധി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ സമരത്തിനുപയോഗിക്കുന്ന ചട്ടുകങ്ങൾ മാത്രമായി അധപ്പതിപ്പിക്കപ്പെട്ട് ഓരോ ഭൗതിക രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും കറവപ്പശുവായി മാത്രം മാറിക്കൊണ്ടിരിക്കുമ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായി അതാ പരലോകത്തെ നിതാന്തമായ വിജയം കരമാക്കുന്നതിന് നമ്മെ കൈപിടിച്ച് സ്വർഗത്തിൽ ആനയിക്കാൻ പര്യാപ്തമായ പിഞ്ചു ബാല്യങ്ങളെ SBS-ലൂടെയും വിദ്യാർത്ഥി സമൂഹത്തെ SSF-ലൂടെയും മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഹ്ലുസുന്നയുടെ ഉലമാ വൃന്ദം നമുക്ക് നൽകിയ ആ തണലിലും ശോഭയിലുമായി ഈ വിദ്യാർത്ഥികളെ കൊണ്ടുപോകാനും
അവരെ ആഖിറത്തിലും ദുനിയാവിലും രക്ഷകർത്താക്കൾക്കും ഉസ്താദുമാർക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുന്ന ഏറ്റവും ഉന്നതിയിലുള്ള ഒരു മഹത്തായ സൃഷ്ടിപരമായ പ്രവർത്തനത്തിലൂടെ ഒരു തലമുറയാക്കി വാർത്തെടുക്കാനും ശ്രമിക്കുന്ന ഈ സംഘം നമുക്കനിവാര്യമല്ലേ സഹോദരങ്ങളെ? മതപരമായ വിഷയങ്ങളിൽ മാത്രമല്ല, ഈ രാജ്യവുമായി ബന്ധപ്പെട്ട പൊതുവിഷയങ്ങളിലടക്കം നിർമ്മാണാത്മക സമരത്തിന്റെ ശൈലി സംഘടനയുടെ അജണ്ടയായി പ്രഖ്യാപിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷേ നശീകരണാത്മക ശൈലി ലവലേശമില്ലാതെ അദബും മര്യാദയുമുള്ള ഒരു വിദ്യാർത്ഥി വൃന്ദത്തിന്റെ വളരെ ഉറച്ച വാദങ്ങൾക്കും ഉന്നതമായ ശബ്ദങ്ങൾക്കും ചെവി കൊടുക്കാതെ ഒരു ഭരണകൂടത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് കാലഘട്ടത്തിലൂടെ നിരവധി തവണ തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മഹത്തായ പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. നിങ്ങൾ അറിയണം, ഒരു കാലത്ത് അറബിക് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ ലാംഗ്വേജ് സ്റ്റഡിക്ക് മാത്രമുള്ള ആ പഠനത്തിലൂടെ ഇവിടത്തെ ഗുഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ, നല്ല ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞുടൻ എഴുന്നേറ്റോടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളിൽ നല്ലവർ ആൺകുട്ടികളോടൊപ്പം ഇടകലർന്ന് ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നവരാണെന്നും വരെ പിഞ്ചു ഹൃദയങ്ങളിലേക്ക് ആ ഉഗ്രവിഷം തള്ളിവിടാൻ ബിദ്അഇകൾ അവർക്ക് ഓറിയന്റൽ കോളേജുകളിലൂടെ കിട്ടിയ ലഘുവിദ്യാഭ്യാസത്തിലൂടെ ഗവൺമെന്റ് സ്കെയിലിലെ ശമ്പളം വാങ്ങി അറബിക് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ ലാംഗ്വേജ് പഠിപ്പിക്കാൻ ചാൻസ് കിട്ടിയപ്പോ അത് മിസ്യൂസ് ചെയ്യുന്നൊരവസ്ഥാ വിശേഷമുണ്ടായപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടനയുടെ ധാർമ്മിക ഉത്തരവാദിത്തം എന്ന നിലക്ക് അതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും സമരമുറകൾ ആവിഷ്കരിച്ച് അധികാരികളുടെ കണ്ണു തുറപ്പിക്കുകയും ചെയ്തപ്പോൾ അറബിക് ടെക്സ്റ്റ് ബുക്കുകളുടെയും അറബിക് ഭാഷയുടെ ലാംഗ്വേജ് സ്റ്റഡിക്ക് ഭൗതിക സംവിധാനത്തിലെ സ്കൂളുകളുടെ ആ പീരിയഡുകളുടെയും ആവശ്യം പോലും സുന്നികൾക്കില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ലാംഗ്വേജ് പഠിപ്പിച്ചില്ലെങ്കിൽ ആദർശ വ്യതിയാനത്തിന്റെ കറുത്ത കരങ്ങൾ അതിലൂടെ അവതരിപ്പിച്ചെടുക്കാൻ ഇവിടുത്തെ ബിദ്അഇകൾ ശ്രമിച്ചാൽ അറബി ഭാഷാ പഠനത്തിന് സ്കൂളുകളെ ആശ്രയിക്കേണ്ട ഗതികേടില്ലാത്ത പാരലലായി ഒരു മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ബോർഡ് സംവിധാനമുള്ള സുന്നികൾ മാറി ചിന്തിക്കുമെന്ന പ്രഖ്യാപനത്തോടൊപ്പം വിദ്യാർത്ഥി സമൂഹം സന്ധിയില്ലാ സമരത്തിനിറങ്ങിയപ്പോൾ ആ നിർമ്മാണാത്മക ശൈലിയിൽ ഒരു കല്ലേറിന്റെ ആവശ്യമില്ലാതെ, ഒരു മന്ത്രിയും വഴിതടയാതെ, ഒരു സ്ഥാപനവും പ്രവർത്തനക്ഷമതയിൽ നിന്ന് മാറ്റാതെ, ഒരധികാര കേന്ദ്രത്തിനും നേരെ ബന്ദിന്റെയോ ഹർത്താലിന്റെയോ പ്രത്യേക ആഹ്വാനം ചെയ്യാതെ ആ സമരത്തിന് മുന്നിൽ അധികാരികൾക്ക് കണ്ണു തുറക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, സ്ക്രൂട്ടിനി കമ്മിറ്റി ഉണ്ടാക്കി അതിൽ മഹാനായ കാന്തപുരം ഉസ്താദിനെ പോലെ അജയ്യരായ സുന്നി പണ്ഡിത നേതൃത്വത്തെ അതിന്റെ ഉന്നതമായ കമ്മിറ്റികളിൽ അവരോധിക്കുന്നതിന് പോലും ബിദ്അഈ കക്ഷികളിൽ നിന്ന് അധ്യാപക വൃന്ദത്തിലെത്തിയവർക്ക് പോലും മൗന സമ്മതത്തിനിരയാകേണ്ടി വന്ന ഈ നാട്ടിലെ മുഴുവൻ സമൂഹത്തെയും ആകർഷിപ്പിച്ച സമരമുറ ആവിഷ്കരിച്ച് വിജയിപ്പിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞത് എന്റെ ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ ഈ വിദ്യാർത്ഥി പരിഷയുടെ അനിവാര്യത നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഘട്ടമല്ലേ? അതുപോലെ നിങ്ങൾക്കറിയുമോ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യാൻ ചിത്രീകരണമടക്കമുള്ള ഗൂഢമായ ശ്രമങ്ങളെ ആവിഷ്കരിച്ച് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ ചെറിയ മക്കളിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചപ്പോൾ സൂര്യപ്രകാശം കാണുന്നതിന് മുമ്പ് അതിന്റെ അരമനയിലെ അച്ചു നിരത്തുമ്പോൾ തന്നെ ആ വിവരം മണത്തെറിഞ്ഞ വിദ്യാർത്ഥി സംഘടനയുടെ ലീഡേഴ്സ്, അതിന്റെ പ്രസിദ്ധീകരണ വിഭാഗത്തിന്റെ ഉത്തരവാദിത്തമുള്ളവരോട് ഇത് സൂര്യപ്രകാശം കണ്ടാൽ SSF എന്ന ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനം ഇതിനെതിരെ ശക്തമായ സമരവുമായി രംഗത്ത് വരും. ഞങ്ങൾ മാത്രമല്ല ഉണ്ടാകുക,
ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ബഹുഭൂരിപക്ഷം വരുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മൊത്തത്തിൽ അതിന് സമരത്തിന് പിന്തുണ നൽകും. മുസ്ലിങ്ങൾ മാത്രമല്ല, അമുസ്ലിം സുഹൃത്തുക്കൾ പോലും ഈ മഹത്തായ ധാർമ്മിക സമരത്തിന് പിന്തുണയേകുമ്പോ നിങ്ങൾക്ക് പിടിച്ചുകെട്ടാനാകാത്ത, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാകാത്ത ഒരു സമരാഗ്നിയുടെ ജ്വാലകളിൽ നിങ്ങൾ മുഴുവൻ ഉരുകിപ്പോകുമെന്ന വ്യക്തമായ ബോധോദയം കൊടുത്തപ്പോൾ ആ പ്രസിദ്ധീകരണ വിഭാഗം വിതരണം ചെയ്യുന്നതിന് മുമ്പ് റസൂലുള്ളാഹി തങ്ങളുടേതെന്ന് തോന്നിപ്പിക്കുന്ന ആ പാഠഭാഗത്തിൽ അങ്ങനെ ദ്യോതിപ്പിച്ചുകൊണ്ടുള്ള പിക്ചർ മാറ്റി മലയാളം റീഡർ ലേറ്റായി പ്രസിദ്ധീകരിച്ച് പുസ്തക വിതരണത്തിന് അവര് തയ്യാറായെങ്കിൽ സഹോദരങ്ങളെ, ഇത് പറയാൻ അരുതായ്മകൾക്കെതിരെ നെഞ്ചോട് തേർച്ചു പിടിച്ച ധാർമ്മിക പതാകയുമേന്തി ഇവിടെ സമരത്തിനിറങ്ങാൻ രാഷ്ട്രീയമായ ഏതെങ്കിലും ചേരിതിരിവുകളുടെ നിറം നോക്കി ആ സമരത്തിന്റെ ജ്വാല കെടുത്താൻ ആരും വരാത്തത്ര സ്വതന്ത്രമായൊരു സംവിധാനം ഇവിടെ അനിവാര്യമാണോ അല്ലയോ? എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ ആലോചിക്കട്ടെ. അതുപോലെ സഹോദരങ്ങളെ, ഒരുപാട് വിദ്യാർത്ഥികളും യുവാക്കളും ഇവിടെ മരിച്ചു വീഴുന്നു. അപകടങ്ങളിൽ ഗ്ലാസ് ഉടയുന്നത് പോലെ നടു റോഡിൽ ഓരോ ദിവസവും വാർത്തകൾ വരുന്നത് നമുക്കറിയാം. അതിൽ ഏതെങ്കിലും ഒരു SSFകാരൻ, ഏതെങ്കിലും ഒരു SYSകാരൻ അവിടെ അത്തരം ഒരു ആക്സിഡന്റിന് അതാ ദൗർഭാഗ്യവശാൽ ഇരയായി പോയാൽ, അത്തരം സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ ഉലമാക്കളും സദാത്തുക്കളും ആ കുട്ടികളുടെ പ്രത്യേകമായ അന്തിമോപചാരങ്ങൾക്ക് അവരിതാ പ്രതീക്ഷിക്കാതെ മാതാപിതാക്കളെ സാന്ത്വനിപ്പിക്കാനടക്കം അടുത്തെത്തുകയും പ്രശോഭിതമായ മുഖത്തോടെ ഒരു കർമ്മവീതിയിലെ നിറസാന്നിധ്യമായി പരലോകത്തേക്ക് മാറ്റം കൂടുമാറ്റം മാത്രമാണെന്നും സ്വർഗീയ പ്രഭയേറുന്ന വദനത്തോടെയാണ് യാത്രയെന്നും ആയിരക്കണക്കിന് നാവുകളെ കൊണ്ട് പറയാനിടവരുന്ന ഈമാനികമായ പ്രകാശം ചൊരിയുന്ന വിടവാങ്ങൽ പോലും നമുക്കൊരു വലിയ എവിഡൻസായി മുന്നിലുള്ളപ്പോ, ഈ അടുത്ത സ്ഥലത്ത് കാരാത്തോട് അബ്ദുള്ളയെ കുറിച്ചറിയാം. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അബ്ദുള്ളയുടെ ജനാസക്കരികിൽ ആദ്യമായി ഓടിയെത്തുന്നത് ആത്മീയ കേരളത്തിന്റെ സാന്നിധ്യമായ നേതൃത്വമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ അവറുകളാണ്. അതുപോലെ ശൈഖുന കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ഉലമാക്കളാണ്. അവരെല്ലാവരും എത്തി അബ്ദുള്ളയുടെ പ്രത്യേകമായ ആ മരണാനന്തര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാനും അവന്റെ ഉഖറവിയായ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും അവരെത്തിയെന്ന് മാത്രമല്ല, ആ നേതാക്കൾക്ക് പിറകെ എണ്ണിത്തിട്ടപ്പെടുത്താനാകാത്ത പരിശുദ്ധ അഹ്ലുസ് സുന്നയുടെ അജയ്യമായ ആ വൻ ജനാവലി അവരൊരുമിച്ച് കൂടിയിട്ട് ആ അബ്ദുള്ളക്ക് അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ ഭൗതിക രാഷ്ട്രീയമായ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന അമ്മോശനടക്കം മരണപ്പെട്ടപ്പോൾ എനിക്ക് അബ്ദുള്ളയെ ശരിക്കും മനസ്സിലായി എന്ന് പറഞ്ഞ് അതാ അങ്ങനൊരു മരുമകൻ പരിശുദ്ധ ഇസ്ലാമിക തീരത്ത് സേവന നിരതനായി അല്ലാഹു സംവിധാനിച്ച ഒരു മരുമകനെ എനിക്ക് ലഭിച്ചതിൽ അഭിമാനത്തോടെ ആത്മസംതൃപ്തിയോടെ നിൽക്കുന്നുവെങ്കിൽ അത് സമ്മാനിച്ചതാരെന്ന് അബ്ദുള്ളയുടെ വാക്കുകൾ കടമെടുത്താൽ അതാ ഇന്ന് വളരെ വിഷലിപ്തമായ അപകടകരമായ അവസ്ഥയിലേക്ക് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും എത്തിക്കുന്ന മൊബൈൽ ഫോണുകളുടെയും ഇന്റർനെറ്റിന്റെ ആ പ്രത്യേക പറക്കൽ മേഖലകളുടെയും സ്വാധീനത്തിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തി അല്ലാഹുവിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമെന്ന് പറഞ്ഞ് ഉണർത്തു ജാഥയുമായി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തുമ്പോ ശ്രദ്ധേയമായ സേവനം ചെയ്ത അബ്ദുള്ളയെ അതാ പ്രശംസിക്കുന്ന വേളയിൽ അബ്ദുള്ള പറഞ്ഞു, എനിക്കൊന്നും ക്രെഡിറ്റായി ഇല്ല. എന്നിൽ എന്തെങ്കിലും ഒരു ചൈതന്യമുണ്ടെങ്കിൽ അത് മുഴുവനും SSF എന്ന വിദ്യാർത്ഥി സംഘടന എനിക്ക് തന്നതാണ്. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും SSFനുള്ളതാണ്. അതുകൊണ്ട് ഈ ചൈതന്യം മരിക്കുന്നത് വരെ നിലനിൽക്കാൻ നിങ്ങൾ ദ്വാരക്കണമെന്ന് വസിയ്യത്ത് ചെയ്ത അബ്ദുള്ള തിരിച്ച് തലശ്ശേരി ടൗണിലെത്തുമ്പോ കൂടെ വന്നവർക്ക് ഇമാമത്തായി നിസ്കരിച്ച അബ്ദുള്ള അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്കനുസൃതമായി
ആ ചൈതന്യം മരണം വരെ നിലനിൽക്കണമെന്ന് കൊതിച്ചവന്റെ ചൈതന്യം വീട്ടിലെത്തും മുമ്പ് ചൈതന്യത്തിന്റെ പൂർണ്ണതയോടെ ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു അവസരം നൽകിയപ്പോൾ, സഹോദരങ്ങളെ, ഒരു സജീവ പ്രവർത്തകന്റെ നഷ്ടമാണ് നമുക്ക് അബ്ദുള്ളയിലൂടെ ഉണ്ടായതെങ്കിലും മരിച്ചവർ ജീവിച്ചിരിക്കുന്നവർക്ക് വലിയ തെളിവാണ് എന്ന പ്രമാണം വെച്ച് നോക്കുമ്പോ അത്തരം നിരവധി അനവധി പ്രതിഭകളെയും അതുപോലെ നിരവധി ആത്മീയ നേതൃത്വത്തിന്റെ തണലേറ്റ് വളർന്ന് ആത്മീയതയുടെ നിറകുടങ്ങളായ പുഷ്പങ്ങളെയും യാത്ര പറയാൻ അവസരം ലഭിക്കുമ്പോ വിരഹ ദുഃഖത്തിന്റെ കനത്ത വേദന കീറി മുറിക്കപ്പെടുന്ന ആ വിരഹ ദുഃഖം അത് മറയ്ക്കാൻ തക്കവണ്ണമുള്ള ആത്മീയോന്നതി ആ പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവജനങ്ങളിൽ സമ്മാനിച്ചെടുക്കാൻ അല്ലാഹു നൽകിയ ഭാഗ്യമത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ശരിക്ക് ശ്രദ്ധിക്കണമെന്നും മാതാപിതാക്കളെ SSFന്റെ പ്രവർത്തന വീതിയിലേക്ക് സന്താനങ്ങളെ സന്തോഷത്തോടെ പറഞ്ഞേക്കണമെന്നും ഓർമ്മപ്പെടുത്തി. നാളെ പാരത്രിക ലോകത്ത് 14,96,74,426 കിലോമീറ്റേഴ്സ് അകലം ഇന്നു നിൽക്കുന്ന സൂര്യൻ ഒരൊറ്റ ചാണിന്റെ ദൂരത്തിൽ 7 ഇരട്ടിയായി ഉദിച്ചു നിൽക്കുമ്പോ അവിടെ രക്ഷപ്പെടാൻ, അവിടെ മാതാപിതാക്കളെ രക്ഷപ്പെടുത്താൻ, അവിടെ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടം വെച്ച മുഅ്മിനീങ്ങൾക്ക് സ്വർഗം ലഭിക്കുന്ന പരിശുദ്ധമായ അശ്ശഫാഅത്തുൽ ഉദ്മായിൽ അണിചേരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നമ്മുടെ മഹാന്മാരായ സദാത്തുക്കളുടെയും ഉലമാക്കളുടെയും കൂടെ സ്വർഗീയാരാമത്തിൽ അതാ സംഗമിക്കാൻ അല്ലാഹു അവസരം നൽകുന്നതിന് അവിടെ ഈമാൻ കാത്തു സൂക്ഷിച്ചെത്തിയ സച്ചരിതരായ സ്വർഗീയവാസികളുടെ സംഗമത്തിൽ അണിചേരുന്നതിന് അല്ലാഹുവിന്റെ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയ സന്തോഷം ആഖിറത്തിൽ നമുക്ക് കിട്ടുന്നതിന് അതാ യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്, അവിടെ മുഖം പ്രകാശിക്കുന്ന ശോഭിതമായ അവസ്ഥ സന്തോഷകരമായി മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകുമ്പോ വുജൂഹു അഹ്ലി സുന്നത്തി വൽ ജമാഅ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടുത്തെ തഫ്സീറിൽ വ്യക്തമാക്കിയതുപോലെ അവിടെ പ്രകാശിക്കുന്ന മുഖത്തിന്റെ ഉടമകളായി അഹ്ലു സുന്ന എത്തുമ്പോ അതാ അവിടെ കറുക്കുന്ന മുഖവുമായി ബിദ്അത്തിന്റെ ആളുകൾ എത്തുമ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ വിജയിച്ചവരായി, മുഖം വെളുത്തവരായി, പ്രശോഭിക്കുന്നവരായി എത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആയിരുന്നു. ഇത്തരമൊരു വിദ്യാർത്ഥി തലമുറയെ കലാപകലുഷിതമായ ആനുകാലിക രംഗത്ത് ഈ വളരെ അപകടം പിടിച്ച ദശയിൽ നമുക്ക് വ്യതിരിക്തമായി വേർതിരിച്ചെടുത്ത സംശുദ്ധമായ ഒരു വിദ്യാർത്ഥി പരിഷയെ വാർത്തെടുക്കാൻ എന്തൊക്കെ വേണോ അത് മുഴുവനും എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ വന്യരായ സയ്യിദവറുകൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ നൽകി സ്വർഗീയാരാമത്തിൽ ശാരീരിക മാനസിക സാമ്പത്തിക സേവനം കൊണ്ട് അവിടെ എത്താനുള്ള സർവ പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി അർഹമുർ-റാഹിമായ റബ്ബ് നമ്മുടെ ഈ സംഗമം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട വേദിയാക്കി അർഹമുർ-റാഹിമീന്റെ അടുക്കൽ സ്വർഗം കിട്ടുന്നതിന് കാരണമായ സദസ്സാക്കി നൽകുമാറാകട്ടെ.